everyone, welcome to Vedantu Malayalam channel. I am your biology teacher. We will study organisms and population chapter line by line. If you are ready, please video like friends share and subscribe subscribe. Okay, so organism and population chapter NCERT capsule. So you NCERT textbook important. So this textbook ഏത് കോർണറിൽ നിന്ന് വേണമെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും എക്സാമ്പിൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ടാബുലർ കോളം വെച്ചിട്ടോ നമുക്ക് ക്വസ്റ്റ്യൻസ് അറൈസ് ആവാം. അതിപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് മാത്രം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോൾ ബോർഡ് എക്സാമിനാണെങ്കിൽ പോലും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ NCERT എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ഈച്ച് ആൻഡ് എവറി ലൈന് മനസ്സിലാക്കി പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ആണ് നമ്മൾ ഈ ഒരു ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഓടി വരിക കേട്ടോ. ഓക്കെ, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പും കൂടെ ഉണ്ട്. ആ ടെലഗ്രാം ഗ്രൂപ്പും കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഓക്കെ, എന്നാൽ പിന്നെ ഓടി പോവുക, വേദാന്തു മലയാളം എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യേണ്ട ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കാണാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. യെസ്, സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. ഓക്കെ, യെസ്, എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാം. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ നിൽക്കുന്നത്. സോ നമുക്ക് തുടങ്ങിയാലോ? Okay, so our world is fascinatingly diverse and amazingly complex ആണ്, right? So നമ്മുടെ വേൾഡിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം യൂണിസെല്ലുലാർ ടു ജൈജാന്റ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം വരെ ഉണ്ട് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെന്തെന്ന് പറയുക, ഡൈവേഴ്സ് അല്ലേ, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഓർഗാനിസം ഉണ്ട്. ആൻഡ് കോംപ്ലെക്സ് ആണ്. കോംപ്ലെക്സ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് യൂണിസെല്ലുലാർ ഓർഗാനിസം ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഉണ്ട്. സിമ്പിൾ തൊട്ട് കോംപ്ലെക്സ് വരെയുള്ള ഒരുപാട് മെക്കാനിസംസ് ഉണ്ട് അല്ലേ. സോ അതൊക്കെ നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ സോ വി ക്യാൻ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് കോംപ്ലെക്സിറ്റി ബൈ ഇൻവെസ്റ്റിഗേറ്റിംഗ് processes at various level of biological organization. So നമ്മളിത് പഠിക്കണം. ഈ ഡൈവേഴ്സിറ്റിയും ഈ കോംപ്ലക്സിറ്റിയും നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബയോളജിക്കൽ ഓർഗനൈസേഷൻ തൊട്ടാണ്. ഓക്കെ, എന്താണ് ഈ ബയോളജിക്കൽ ഓർഗനൈസേഷൻ? സി, മാക്രോമോളിക്യൂൾസ്, സെൽസ്, ടിഷ്യൂസ്, ഓർഗാനിസം, പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി, എക്കോസിസ്റ്റം, ബയോം, ഇതൊക്കെയാണ് നമ്മൾ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയാ. സേ ഫോർ എക്സാമ്പിൾ മാക്രോമോളിക്യൂൾസ്. ഓക്കെ, മാക്രോമോളിക്യൂൾസ്, ഒരുപാട് മാക്രോമോളിക്യൂൾസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്താവുന്നത്, അതൊരു സെല്ലായിട്ട് മാറുന്നത്. ഓക്കെ, ആ സെല്ലൊക്കെ ഒരുപാട് സെൽസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ടിഷ്യൂസ് കിട്ടുന്നത് അല്ലെ. സോ ഒരുപാട് ടിഷ്യൂസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എന്താണ് കിട്ടുന്നത്, ഓർഗൻസ് അല്ലെ, ഓർഗൻസ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, ഓർഗൻ സിസ്റ്റം കിട്ടും, റൈറ്റ്, ഓർഗൻ സിസ്റ്റം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിസംസ് അല്ലെ, ഓർഗാനിസംസ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, പോപ്പുലേഷൻ എന്ന് വിളിക്കും. യെസ്, അതിനെ നമ്മൾ പോപ്പുലേഷൻ എന്ന് വിളിക്കും. ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കും. യെസ്, കമ്മ്യൂണിറ്റി എന്ന് വിളിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കോസിസ്റ്റം, യെസ്, എക്കോസിസ്റ്റം എന്ന് വിളിക്കും. അതും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി ദാറ്റ് ഈസ് ബയോം. ഗ്രൂപ്പ് ഓഫ് എക്കോസിസ്റ്റം ഈസ് നോൺ ആസ് ബയോംസ്. ആൻഡ് ഓൾ ടുഗെദർ നമ്മുടെ എർത്തിനെ നമുക്ക് ബയോസ്ഫിയർ എന്നും വിളിക്കാം. ഓക്കെ, സോ സ്റ്റാർട്ടിങ് ഫ്രം മാക്രോ ഓർഗാനിസം ടു ബയോം വരെ ഒരുപാട് ലെവൽസ് ഉണ്ട് അല്ലെ. ആ ലെവൽസിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയിട്ടാണ് ഒന്ന് പെട്ടെന്ന് നോക്കി പറഞ്ഞേ, ഏതിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്? നമ്മുടെ ചാപ്റ്ററുടെ നിയമം പറയും വിധം ഈ ഓർഗാനിസമും പോപ്പുലേഷനെയും പറ്റിയിട്ടാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ബട്ട് ഈ ഓർഗാനിസമിനെ പറ്റിയിട്ട് നിങ്ങൾ ലോവർ ക്ലാസ്സസിൽ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇതിനെ ഇപ്പൊ ഒഴിവാക്കിയിരിക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് പഠിക്കാനുള്ളത് എന്തിനെ പറ്റിയിട്ടാണ്, ഓൺലി അബൌട്ട് പോപ്പുലേഷൻസ്. ഓക്കെ, പോപ്പുലേഷൻസിനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, യെസ്, സോ അറ്റ് എനി ലെവൽ ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ, സോ ഏത് ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിലും നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ അറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ അറൈസ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഏതാ നോക്കാം. When we hear the bulbul singing
early morning in the garden, we may ask, how does the bird sing? അല്ലേ, how does the bird sing and why does the bird sing? റൈറ്റ്. സോ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഒരു കുരുവി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു കുരുവി സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറൈസ് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൗ, അല്ലെ, ഹൗ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാൻ പറ്റും. ഹൗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പറയുന്നത് മെക്കാനിസമിനെ പറ്റിയിട്ടാണ്. ഹൗ എന്ന് പറയുമ്പോൾ മെക്കാനിസം, അതെങ്ങനെയാണ് ആ സൗണ്ടിനെ വരുത്തുന്നുള്ളത്, ആ ഒരു മെക്കാനിസമിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസ്, അങ്ങനെ കരയുന്നത് കൊണ്ട് എന്താണ് അതിനുള്ള ഉപകാരം, അതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, വൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ആൻസർ എന്താണ് പറയുന്നത്, സിഗ്നിഫിക്കൻസ്. ഓക്കെ, സി മെക്കാനിസമും അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസും ആണ് ഈ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടുന്നത്. സി ഇതേ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം. യെസ്, സി ഫസ്റ്റ് ക്വസ്റ്റ്യൻ മെക്കാനിസം, അല്ലെ, ഹൗ എന്ന് പറയുമ്പോൾ മെക്കാനിസമിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. മെക്കാനിസം എന്ന് പറയുമ്പോൾ ഈ വോക്കൽ സാക്കില്, അല്ലെ, വോയിസ് ബോക്സിൽ വൈബ്രേറ്റിംഗ് ഉണ്ടാവുന്നുണ്ട്. ആ വൈബ്രേറ്റിംഗ് കാരണമാണ് സൗണ്ട് പ്രൊഡ്യൂസ് ആവുന്നുള്ളത്. സോ ദാറ്റ് ഈസ് ദ മെക്കാനിസം. ഓക്കെ, സോ എങ്ങനെയാണ് ആ ഒരു ബേർഡ് സൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വോയിസ് ബോക്സ് ഉണ്ട്. വോയിസ് ബോക്സിൽ എന്താവുന്നുണ്ട്, വൈബ്രേഷൻ ക്രിയേറ്റ് ആവുന്നുണ്ട്. ആ വൈബ്രേഷൻ ത്രൂ ആണ് സൗണ്ട് പ്രൊഡ്യൂസ് ആവുന്നത്. ഓക്കെ, സോ സിഗ്നിഫിക്കൻസ്, വൈ എന്നുള്ള ക്വസ്റ്റ്യന് സിഗ്നിഫിക്കൻസ് ആണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു ബേർഡ് അങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നത്. സോ ബിക്കോസ് എന്തിനു വേണ്ടിയിട്ടാണ് ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, എന്തിനു വേണ്ടിയിട്ടായിരിക്കും. ദാറ്റ് ഈസ് ബിക്കോസ്, സി എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ബേർഡ് നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഇറ്റ്സ് മേറ്റ്, അല്ലെ. സോ അതിന്റെ മേറ്റിന്റെ കൂടെ സംസാരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ ബ്രീഡിംഗ് സീസണിൽ ബ്രീഡ് ചെയ്യണം, ന്യൂ ഓർഗാനിസമിനെ പ്രൊഡ്യൂസ് ചെയ്യണം, റീപ്രൊഡക്ഷൻ ചെയ്യണം, അല്ലെ. റീപ്രൊഡക്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ മേറ്റിനെ അത് അടുത്തേക്ക് വിളിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരു സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? സി വെൻ യു അബ്സർവ് നേച്ചർ അറൌണ്ട് യു with a scientific frame of mind of you will certainly come with many interesting questions of both type. Why are night blooming flowers generally white? ഓക്കെ, സോ എന്തിനാണ് നൈറ്റിൽ വിരിയുന്ന പൂവ് വൈറ്റ് കളറിൽ ഉണ്ടാവുക? അതിന്റെ ആൻസർ പറയാമോ? കമന്റ് ബോക്സിൽ അതിന്റെ ആൻസർ പറയണേ. ആൻഡ് ഹൗ ഡസ് ദ ബീ നോ വിച്ച് ഫ്ലവർ ഹാസ് നെക്ടർ? റൈറ്റ്, സോ നെക്ടർ എങ്ങനെയാണ്, ഏത് ഫ്ലവറിലാണ് നെക്ടർ ഉള്ളത്, തേന് ഏത് ഫ്ലവറിലാണ് ഉള്ളതെന്ന് എങ്ങനെയാണ് ഹരിബിക്ക് മനസ്സിലാവുന്നത്? അതിനൊക്കെയുള്ള ആൻസർ പറയണേ. വൈ ഡസ് കാക്ടസ് ഹാവ് സോ മെനി തോൺസ്? ഓക്കെ, സോ മെനി തോൺസ്, അതായത് ഒരുപാട് കാക്ടസ് പ്ലാന്റിൽ ഒരുപാട് മുള്ളുള്ളത് എന്തിനാണ്? ഓക്കെ, സോ ഹൗ ഡസ് ദ ചിക്ക് സ്പോർട്സ് recognize her own mother? ഓക്കെ, സോ ഇത് ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. അതിനൊക്കെ ഉള്ള പ്രോപ്പർ ആയിട്ടുള്ള ആൻസേഴ്സും ഉണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ ആൻസർ അറിയാം അത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്നുകൂടെ ചോദിക്കുക, ഞാൻ അതിനുള്ള ആൻസറുമായിട്ട് വരും. ഓക്കെ, യെസ്, സോ യു ഹാവ് ആൾറെഡി ലേൺഡ് ഇൻ പ്രീവിയസ് ക്ലാസ്സസ് that ecology is a subject which studies interaction among organism and between the organism and its physical environment. അതായത് എക്കോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വാട്ട് യു മീൻ ബൈ എക്കോളജി? എക്കോ മീൻസ് എന്താണ്, ഹോം. എക്കോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹോം എന്നാണ്. ആൻഡ് ലോജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്റ്റഡി, അല്ലെ. ഹോം സ്റ്റഡി ആണ്. റൈറ്റ്, സോ ഇതൊരു ഇന്ററാക്ഷൻ ആണ്. എക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഇസ് എ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ വാട്ട്, interaction between biotic and biotic environment. Okay, so അതായത് ലിവിങ് ഓർഗാനിസം തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ. അത് മാത്രമല്ല ബയോട്ടിക് ആൻഡ് എബയോട്ടിക്. ഓക്കെ, സോ ഒരു ലിവിങ് ഓർഗാനിസം നോൺ ലിവിങ് ഓർഗാനിസം ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് എബയോട്ടിക്
കോമ്പണൻസും ബയോട്ടിക് ഓർഗാനിസമും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് എബയോട്ടിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഇത്രയും ഇന്ററാക്ഷൻ, ഈ 4 ടൈപ്സ് ഓഫ് ഇന്ററാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എക്കോളജി. ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായോ? യെസ്. സോ ഒരു ലിവിങ് ഓർഗാനിസം രണ്ടും ഒരു ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും, എക്കോളജി എന്ന് വിളിക്കും. ബയോട്ടിക് എബയോട്ടിക് ആണെങ്കിലും എക്കോളജി എന്ന് വിളിക്കും, ബയോട്ടിക് ആണെങ്കിലും എക്കോളജി എന്ന് വിളിക്കും, എബയോട്ടിക് ആണെങ്കിലും എക്കോളജി എന്ന് വിളിക്കും. യെസ്. സോ ദിസ് ഈസ് അബൌട്ട് എക്കോളജി. എക്കോളജിനെ പറ്റി നിങ്ങൾ നിങ്ങളുടെ ലോവർ ക്ലാസ്സസിൽ, അതായത് ഹൈസ്കൂൾ ലെവലിൽ തന്നെ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ ഓർഗാനിസമിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ളത് എന്തിനെ പറ്റിയിട്ടാണ്, പോപ്പുലേഷൻ ലെവലിനെ പറ്റിയിട്ട് മാത്രമാണ്. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് പോപ്പുലേഷനെ പറ്റി ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് എൻ്റർ ആയാലോ. യെസ്. സോ പോപ്പുലേഷൻ, വാട്ട് യു മീൻ ബൈ പോപ്പുലേഷൻ? പോപ്പുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മക്കളെ? എന്താണ് പോപ്പുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻ നേച്ചർ വി റെയർലി ഫൈൻഡ് അസോസിയേറ്റഡ് single individuals of any species. Majority of them live in groups in a well-defined geographical area, share or compete for same resources അല്ലെങ്കിൽ similar resources, potentially interbreed and thus constitute a population. എന്താണ് പോപ്പുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഏത് ഓർഗാനിസം ആണെങ്കിലും എനിക്ക് ആരുടെ സഹായം വേണ്ട. അതിപ്പോ ലിവിങ് ഓർഗാനിസം ആവട്ടെ, എബയോട്ടിക് കോമ്പണൻസ് ആവട്ടെ, ഇതിന്റെ ആദ്യം സഹായം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്കൊന്നും ഇരിക്കാൻ പറ്റില്ല. അത് എങ്ങനെ തന്നെ ആണെങ്കിലും ഒരു ലിവിങ് ഓർഗാനിസമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നോൺ ലിവിങ് ഓർഗാനിസമിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ഗ്രൂപ്പ് ആയിട്ട് ഇരിക്കുന്ന ഒരു സിമിലർ ലുക്കിംഗ് ഇൻഡിവിജ്വൽസ്, ഓക്കെ, സിമിലർ ലുക്കിംഗ് ഇൻഡിവിജ്വൽ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നുണ്ട്. അത് ഒരേ ഒരു പെർട്ടിക്കുലർ ജിയോഗ്രാഫിക്കൽ ഏരിയയിലാണ് വളരുന്നുള്ളത്. ആൻഡ് അത് ഇന്റർബ്രീഡ് ചെയ്തിട്ട് പുതിയ ഒരു ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, പോപ്പുലേഷൻ എന്ന് വിളിക്കും. ക്ലിയർ ആയോ? വാട്ട് യു മീൻ ബൈ പോപ്പുലേഷൻ എന്ന് മനസ്സിലായോ? യെസ്. Although the term interbreeding implies as sexual reproduction, a group of individuals resulting from even a sexual reproduction is also generally considered as a population for purpose of ecological studies. So that means usually interbreed എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, ഇന്റർബ്രീഡിംഗ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് സെക്ഷൽ റിപ്രൊഡക്ഷനെയാണ് ഇംപ്ലൈ ചെയ്യുന്നുള്ളത്. ഓക്കെ, സെക്ഷൽ റിപ്രൊഡക്ഷനെ പറ്റിയിട്ടാണ് അത് ഡിസ്കസ് ചെയ്യുന്നുള്ളത്. പക്ഷേ എക്കോളജി എന്ന് വരുമ്പോൾ സോ ഇന്റർബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ അത് അസെക്ഷൽ റിപ്രൊഡക്ഷനും ആവും, സെക്ഷൽ റിപ്രൊഡക്ഷനും ആവും. ഓക്കെ, അസെക്ഷൽ റിപ്രൊഡക്ഷൻ ആയിട്ട്, അതായത് ഒരു പ്ലാന്റിന്റെ ബഡിങ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെം കട്ടിങ്സ് വെച്ചിട്ട് നമ്മൾ പുതിയ പോപ്പുലേഷനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പുതിയ ഗ്രൂപ്പ് ഓഫ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ചെമ്പരത്തി പൂ എടുക്കുകയാണ്. ഓക്കെ, ചെമ്പരത്തി പൂ ഒറ്റൊരു വലിയൊരു ചെമ്പരത്തി ചെടിയുണ്ട്. ആ ചെടിയിൽ നിന്ന് ഒരുപാട് കട്ടിങ്സ് നമ്മൾ എടുത്തിട്ട് വേറെ നട്ടു കൊടുക്കുകയാണ്. ആ നട്ടു കൊടുത്ത എല്ലാം തളിർത്ത് പുതിയ ഒരു പ്ലാന്റ് ആയിട്ട് വളർന്നു. സോ അതിനെല്ലാത്തിനും നമുക്ക് പോപ്പുലേഷൻ എടുക്കാം. അത് സെക്ഷൽ റിപ്രൊഡക്ഷൻ ആണ്. എന്നാൽ പോലും നമുക്ക് അതിനെ എന്തെന്ന് കൺസിഡർ ചെയ്യാം, പോപ്പുലേഷൻ എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അത് എക്കോളജിയിൽ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നേരെ മറിച്ച് ജെനറ്റിക്സിലാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് കൺസിഡർ ചെയ്യില്ല, ഇന്റർബ്രീഡിംഗ് എന്ന് കൺസിഡർ ചെയ്യില്ല. അത് സെക്ഷലി റിപ്രൊഡ്യൂസ് ചെയ്ത ഒരു ഓർഗാനിസമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇന്റർബ്രീഡിംഗ് ആൻഡ് ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ് നമ്മൾ പറയാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്താണ് ഈ പോപ്പുലേഷനുള്ള ഒരു എക്സാമ്പിൾസ്, ഇവിടെ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആൾ കോർമറൻസ് ഇൻ വെറ്റ്ലാൻഡ്, അതായത് വാട്ടറിൽ ഉള്ള ബേർഡ്സ്. ഓക്കെ, ഇപ്പോൾ ഹംസം എന്നൊക്കെ പറയില്ലേ, സോ വാട്ടറിൽ തന്നെ ഉള്ള ഡക്ക്. സോ ഇതിനൊക്കെ നമ്മൾ എന്തെന്ന് വിളിക്കാം, കോർമറൻസ് എന്ന് വിളിക്കാം. റാറ്റ്സ് ഇൻ അബണ്ടന്റ് ഡ്വെല്ലിംഗ്. ഓക്കെ, റാറ്റ്സിന്റെ, അതായത് അടച്ചു പൂട്ടിയിരിക്കുന്ന വീട്ടിനകത്ത് ഉണ്ടാവുന്ന റാറ്റ്സ്. യെസ്. സോ ടീക്ക് വുഡ് ട്രീസ് ഇൻ ഫോറസ്റ്റ്. സോ ഒരു വലിയ ഫോറസ്റ്റിനകത്ത് എത്ര ട്രീസ് ടീക്ക് വുഡ് ഉണ്ട്?
ഓക്കെ, സോ അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? പോപ്പുലേഷൻ എന്ന് വിളിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് ബാക്ടീരിയ ഇൻ എ കൾച്ചർ പ്ലേറ്റ്. സോ ഒരു വലിയ കൾച്ചർ പ്ലേറ്റിനകത്ത് ഒരുപാട് ബാക്ടീരിയസ് ഉണ്ട്. യെസ്, സോ അതിന് നമ്മൾ പോപ്പുലേഷൻ എന്ന് വിളിക്കാം. ആൻഡ് ലോട്ടസ് പ്ലാന്റ് ഇൻ പോണ്ട്. എത്ര ലോട്ടസ് ഉണ്ട് ഒരു പോണ്ടിനകത്ത്? എത്ര പ്ലാന്റ്സ് ഉണ്ട്? എത്ര ലോട്ടസ് പ്ലാന്റ്സ് ഉണ്ട്? അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? പോപ്പുലേഷൻ എന്ന് വിളിക്കാം. ഇങ്ങനെ ഒരുപാട് 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 എക്സാമ്പിൾസ് നമുക്ക് പറയാം. Okay, so in earlier chapter you have learned that although an individual organism is the one that has cope with changed environment, it is at population level that naturally selection operates to evolve the desired trait. Population ecology therefore an important area because it links ecology, population, ജനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ. ഇതിനെല്ലാത്തിനെയും കമ്പൈൻ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സസിൽ നമ്മുടെ എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലത്തെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ആ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഈ ഒരു എക്കോളജിയിൽ പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വളരെ 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 ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഈ പോപ്പുലേഷനിൽ ഏതാണോ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു സർവൈവൽ ഫീച്ചറിനെ കാണിക്കുന്നത്, അത് മാത്രമാണ് അതിൻ്റെ ഒരു ട്രയറ്റാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ജനറ്റിക്സിൽ പോപ്പുലേഷൻ എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. A population has certain attributes. ഓക്കെ, ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സോ ആട്രിബ്യൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ്. യെസ്, സോ ഇൻഡിവിജ്വൽ ഓർഗാനിസമിന് ഇല്ലാത്ത ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് എവിടെ കാണാൻ പറ്റും? പോപ്പുലേഷനിൽ കാണാൻ പറ്റും. സോ ഇൻഡിവിജ്വലിലാവുമ്പോൾ നമ്മൾ ബർത്ത് എന്ന് പറയും അല്ലെങ്കിൽ ഡെത്ത് എന്ന് പറയും. പക്ഷേ പോപ്പുലേഷനിലാവുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്. എന്തെന്ന് വിളിക്കും? ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ബർത്ത് റേറ്റ് in a population, this rate refer to per capita. Okay, so birth and death. So നമുക്ക് ബർത്തും അതുപോലെ തന്നെ ഡെത്ത് റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ബർത്ത് റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നോക്കാം. അതുപോലെ തന്നെ ഡെത്ത് റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ബർത്ത് റേറ്റ്. വാട്ട് യു മീൻ ബൈ ബർത്ത് റേറ്റ്? എന്താണ് ബർത്ത് റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ബർത്ത് റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ number of birth per initial number of individual in a particular area at a given time. So അതായത് ഈ ഒരു 2023 ഓക്കെ, 2023 ബാംഗ്ലൂർ ഈ ചുറ്റുവട്ടത്തിൽ ഇപ്പൊ നമ്മുടെ ഓഫീസുള്ളത് HSR അല്ലേ? ഓക്കെ, HSRല് ഇനിഷ്യൽ നമ്പർ അതായത് 2023 എത്ര ഉണ്ടായിരുന്നോ? ഓക്കെ, 2023 ജാനുവരിയിൽ എത്ര ഉണ്ടായിരുന്നോ? ആൻഡ് 2023 ഫെബ്രുവരി ആയപ്പോൾ അത് എന്ത് മാറി? ഓക്കെ, സോ എത്ര നമ്പർ ഓഫ് ബർത്ത് ഉണ്ടായി, അതാണ് നമുക്ക് ബർത്ത് റേറ്റിനെ കണ്ടുപിടിക്കുന്നത്. സോ ഫോർ എക്സാമ്പിൾ ബർത്ത് റേറ്റ് അതായത് നമ്പർ ഓഫ് ബർത്ത് ഫെബ്രുവരിയിൽ മാത്രം ഉണ്ടായിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ പറയുകയാണ് 100 എന്ന് വെക്കാം. ഓക്കെ, ഇനിഷ്യൽ എത്ര ഉണ്ടായിരുന്നു? ഇനിഷ്യൽ ആൾമോസ്റ്റ് ഒരു 1000 എന്ന് വെക്കാം. ഓക്കെ, സോ ഇപ്പോൾ എത്രയാണ് നമ്മുടെ ബർത്ത് റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 1/10 അല്ലെ? 1/10 ആണ് ബർത്ത് റേറ്റ്. യെസ്, ക്ലിയർ ആയോ? അതുപോലെ തന്നെ ഡെത്ത് റേറ്റ് എന്താണ്? വാട്ട് യു മീൻ ബൈ ഡെത്ത് റേറ്റ്? നമ്പർ ഓഫ് ഡെത്ത് divided by initial number of individual in a particular area at a particular time. So നമ്മൾ ഇവിടെ എഴുതണം. സോ ഈ ഒരു particular per week അല്ലെങ്കിൽ per month അല്ലെങ്കിൽ per particular given period, ഏത് പീരിയഡ് ആണോ ആ പീരിയഡ് നമ്മൾ എഴുതണം along with individual 1/10 individual per week. ഓക്കെ, സോ അതാണ് നമ്മുടെ ഒരു റിസൾട്ട് വരുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? സോ അതേ ഒരു എക്സാമ്പിൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇഫ് ഇൻ എ പോണ്ട് there were 20 lotus plant last year. Okay, last year എത്ര ഉണ്ടായിരുന്നു? 20 ആയിരുന്നു. Okay, and though the reproduction
through reproduction, though alla, through reproduction 8 new plants added. പുതിയ plants എത്ര പ്രൊഡ്യൂസ് ആയി? 8 എണ്ണം പ്രൊഡ്യൂസ് ആയി അല്ലെ? 8 എണ്ണം പ്രൊഡ്യൂസ് ആയി. ടേക്കിംഗ് ദ കറന്റ് പോപ്പുലേഷൻ, ഇപ്പൊ എത്രയായി പോപ്പുലേഷൻ? കറന്റ് പോപ്പുലേഷൻ 28 ആണ് അല്ലെ? അപ്പോ നമ്മൾ ബർത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ആദ്യം എത്ര ബർത്ത് ഈ ഒരു വർഷം ഉണ്ടായി, അത് 8 അല്ലെ? ഇനിഷ്യൽ എത്ര ഉണ്ടായിരുന്നു? 20 അല്ലെ? സോ അപ്പൊ ഇതാണ് നമുക്ക് എന്ത് പറയുന്നത്? ദി ബർത്ത് റേറ്റ്. 0.4 പ്ലാന്റ്സ്, ലോട്ടസ് പ്ലാന്റ്സ് പെർ ഇത് എത്രയാണ്? ടൈം എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇയർ, പെർ ഇയർ. ഓക്കെ, ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായോ? സോ അതുപോലെ തന്നെ ഡെത്ത് റേറ്റിനും നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇഫ് 4 individuals in a laboratory population of 40 fruit flies died during the specified time interval, say a week. ഒരു വീക്കിനകത്ത് എത്ര ഡെത്ത് ആയിട്ടുണ്ട്? 4 ഡെത്ത് ഔട്ട് ഓഫ് 40. അപ്പൊ ഡെത്ത് പീരിയഡ് എന്താണ്, ഡെത്ത് റേറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡെത്ത് റേറ്റ് എന്താണ്? 4 എണ്ണം ചത്തുപോയിട്ടുണ്ട്. എത്രയില്? 40 എണ്ണത്തില്. അപ്പൊ എന്താണ് ഡെത്ത് റേറ്റ്? 0.1 അല്ലെ? 0.1 individual per week ആണ്. സോ ഡെത്ത് റേറ്റ് ഓഫ് ഫ്രൂട്ട് ഫ്ലൈ. ക്ലിയർ ആയോ? യെസ്. സോ എന്നാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ആട്രിബ്യൂട്ട്, അതായത് 5 ആട്രിബ്യൂട്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ 2 നമ്മൾ പഠിച്ചു, ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും പഠിച്ചു. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? സെക്സ് റേഷ്യോ. ഓക്കെ, സോ അനദർ ആട്രിബ്യൂട്ട് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പോപ്പുലേഷൻ ഈസ് സെക്സ് റേഷ്യോ. An individual is either a male or female, but a population has a sex ratio. സോ മെയിലും ഫീമെയിലും എന്ന് പറയുമ്പോൾ അതിനൊരു റേഷ്യോ ഉണ്ട്. ഔട്ട് ഓഫ് 10 individual, 10 male individual, how many female individuals are present in a particular area at a particular time? സോ അതിനെയാണ് നമ്മൾ സെക്സ് റേഷ്യോ എന്ന് വിളിക്കാം. സോ ഇവിടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തില് എത്ര ഇൻഡിവിജ്വൽ മെയിൽസ് ഉണ്ട്, സോ അതിന് എത്ര പെമ്പിള്ളരുണ്ട്, അതിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് സെക്സ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. 2:1, 1:1 ഇങ്ങനെയുള്ള ഒരു ഒരു റേഷ്യോ ആണ് നമ്മൾ സെക്സ് റേഷ്യോയിൽ പറയുന്നത്. 2 എന്ന് പറയുന്നത് ചിലപ്പോൾ ഫീമെയിൽ ആയിരിക്കാം, 1 എന്ന് പറയുന്നത് ചിലപ്പോൾ മെയിൽ ആയിരിക്കാം. യെസ്, ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയിട്ട്? പോപ്പുലേഷൻ. എന്ത് പഠിക്കുന്നുണ്ട് നമ്മള്? പോപ്പുലേഷൻ ഏജ് ഡിസ്ട്രിബ്യൂഷൻ. പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നുണ്ട് ബേസ്ഡ് ഓൺ ദി ഏജ്. ഓക്കെ, ഏജിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പോപ്പുലേഷനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അത് എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. A population at any given time is composed of individuals of different ages. If the age distribution percent individual of given age or age group is plotted for a population, the resulting structure is known as age pyramid. അതായത് നമ്മൾ ഇപ്പോൾ ഒരു പോപ്പുലേഷനെ എടുത്തിട്ട് ആ പോപ്പുലേഷനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ബേസ്ഡ് ഓൺ ദി ഏജ് നോക്കിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ടൈമും ആൻഡ് അതിന്റെ ഒരു സ്ട്രെങ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മെൻഷൻ ചെയ്ത് കൊടുത്തോണ്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു ഗ്രാഫ് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പിരമിഡ് പോലെയുള്ള ഒരു സ്ട്രക്ചർ കിട്ടും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഏജ് പിരമിഡ്. ഓക്കെ, ഏജ് പിരമിഡ് എന്ന് വിളിക്കും. യെസ്. സോ ഫോർ ഹ്യൂമൻ പോപ്പുലേഷനിൽ ഏജ് പിരമിഡ് ജനറലി ഷോസ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽസ് ഇൻ ആ ഡയഗ്രാം. ഒരേ ഡയഗ്രാമിൽ തന്നെ മെയിലും ഫീമെയിലും നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദ ഷേപ്പ് ഓഫ് ദി പിരമിഡ് റിഫ്ലക്ട് ദ ഗ്രോയിങ് സ്റ്റേറ്റസ് ഓഫ് പോപ്പുലേഷൻ. സോ ആ റിസൾട്ടഡ് ആ ഒരു ഗ്രാഫില് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടോ, ഏത് ടൈപ്പ് ഓഫ് പിരമിഡ് കിട്ടുന്നുണ്ടോ, ആ പിരമിഡിന്റെ ബേസിസിൽ ആ ഒരു പോപ്പുലേഷൻ ഗ്രോ ആവുന്നുണ്ടോ, സ്റ്റേബിൾ ആയിട്ടുണ്ടോ, അല്ല ഡിക്ലൈൻ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് 3 ടൈപ്സ് ഓഫ്
പോപ്പുലേഷൻ നമുക്ക് കാണാൻ പറ്റും. 3 types of population കാണാൻ പറ്റും. സോ ഫസ്റ്റ് വൺ ഈസ് എക്സ്പാൻഡിങ് അല്ലെങ്കിൽ ഗ്രോയിങ്, സെക്കൻഡ് വൺ ഈസ് സ്റ്റേബിൾ, മൂന്നാമത്തത് ഡിക്ലൈനിങ്. സോ 3 types of population ഹ്യൂമൻസിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് നോക്കാം 3 types ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ എക്സ്പാൻഡിങ്. എക്സ്പാൻഡിങ്ങിൽ ആദ്യത്തത് കണ്ടില്ലേ, താഴെയുള്ളത് ഏതാണ്? പ്രീ റിപ്രൊഡക്റ്റീവ്. ഇവിടെ എല്ലാം നമുക്ക് പ്രീ റിപ്രൊഡക്റ്റീവ് ആണ് കാണാൻ പറ്റുക. യെസ്. സോ രണ്ടാമത്തെ ലെവലിൽ ബ്ലൂ കളറിൽ കാണുന്നതാണ് റിപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ്. മൂന്നാമത്തേൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പോസ്റ്റ് റിപ്രൊഡക്റ്റീവ്. ഓക്കെ, സോ ഈ പിങ്ക് കളറിൽ കാണുന്നത് പോസ്റ്റ് റിപ്രൊഡക്റ്റീവ് ആണ്. യെസ്. സോ ഇവിടെ ഈ ഒരു എക്സ്പാൻഡിങ്ങില് ഏറ്റവും കൂടുതൽ ആരാണുള്ളത്? പ്രീ റിപ്രൊഡക്റ്റീവ് അല്ലെ, പ്രീ റിപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് ആണ്. സോ രണ്ടാമത് റിപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് ആണ്, മൂന്നാമത് പോസ്റ്റ് റിപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് ആണ്. സോ ദാറ്റ് നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഒരു പിരമിഡ് കിട്ടുന്നത് അല്ലെ. ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു പിരമിഡ് കിട്ടുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഒരു പിരമിഡ് കിട്ടുകയാണെങ്കിൽ സോ ദിസ് പോപ്പുലേഷൻ ഈസ് ഗ്രോയിങ് പോപ്പുലേഷൻ. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഗ്രോയിങ് പോപ്പുലേഷൻ അല്ലെങ്കിൽ എക്സ്പാൻഡിങ് പോപ്പുലേഷൻ എന്ന് വിളിക്കും. ഇത് നമുക്ക് യൂഷ്വലി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്, അതായത് കുറച്ച് പുവർ കൺട്രീസിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പോപ്പുലേഷൻ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തേത് സ്റ്റേബിൾ പോപ്പുലേഷൻ ആണ്. സ്റ്റേബിൾ പോപ്പുലേഷനിൽ പ്രീ റിപ്രൊഡക്റ്റീവും ആൾമോസ്റ്റ് സെയിം ആയിരിക്കും. അതായത് ഇവിടെ ഒരു 100 ഉണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് ഒരു 100 ആണ് കാണാൻ പറ്റുക. ആൻഡ് പോസ്റ്റ് റിപ്രൊഡക്റ്റീവിൽ നമുക്ക് വെറും 50 ആണ് കാണാൻ പറ്റുക. സോ നിങ്ങൾ ഇവിടെ കണ്ടില്ലേ, പ്രീ റിപ്രൊഡക്റ്റീവും ആൾമോസ്റ്റ് സെയിം നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഷേപ്പാണ് നമുക്ക് ഇവിടെ കിട്ടുക? ഒരു ബെൽ ഷേപ്പിൽ അല്ലെ. സോ ഒരു ബെൽ ഷേപ്പിലാണ് നമുക്ക് കാണാൻ പറ്റുക. സോ ഇങ്ങനെയുള്ള ഒരു പിരമിഡ് കിട്ടുകയാണെങ്കിൽ അത് എന്താണത്? സ്റ്റേബിൾ പോപ്പുലേഷൻ ആണ്. സ്റ്റേബിൾ പോപ്പുലേഷൻ നമുക്ക് ഡെവലപ്പിംഗ് കൺട്രീസിലാണ് കാണാൻ പറ്റുക. സോ ദിസ് ഈസ് അണ്ടർ ഡെവലപ്ഡ്, ദിസ് ഈസ് ഡെവലപ്ഡ്. ഓക്കെ, നെക്സ്റ്റ് ഡിക്ലൈനിങ് പോപ്പുലേഷൻ ആണ്. ഡിക്ലൈനിങ് പോപ്പുലേഷനിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പ്രീ റിപ്രൊഡക്റ്റീവ് വളരെ കുറവാണ്, റിപ്രൊഡക്റ്റീവ് കുറച്ച് കൂടുതലാണ്, ആൻഡ് പോസ്റ്റ് റിപ്രൊഡക്റ്റീവ് എന്തായിട്ടുണ്ട്? പിന്നെയും കുറവാണ്. ഓക്കെ, സോ റിപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചു എനിക്ക് ഒരു കുട്ടി മതി എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ എന്തായി? റിപ്രൊഡക്റ്റീവ് ഏജിലുള്ള എല്ലാവരും ഓരോ കുട്ടികൾ മതി എന്ന് പറയുമ്പോൾ പ്രീ റിപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാർ വളരെ കുറഞ്ഞ്, പോസ്റ്റ് റിപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാരും വളരെ കുറവായിരുന്നു, നേരത്തെ തന്നെ കുറവായിരുന്നു. സോ ഇങ്ങനെയുള്ള ഒരു പോപ്പുലേഷനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഡിക്ലൈനിങ് പോപ്പുലേഷൻ എന്ന് വിളിക്കും. ഈ ഡിക്ലൈനിങ് പോപ്പുലേഷൻ ഈസ് ആൻ ഇൻഡിക്കേറ്റീവ് ഫോർ ഇതുപോലെയാണല്ലേ നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ അല്ലെ, ഏൺ ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതുപോലെയുള്ള ഒരു പോപ്പുലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിക്ലൈനിങ്. യൂഷ്വലി നമുക്ക് ഇത് ഡെവലപ്ഡ് കൺട്രീസിലാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു പോപ്പുലേഷനെ കാണാൻ പറ്റുന്നത്. യെസ്, ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായോ? 3 types ഓഫ് ഏജ് പിരമിഡ് എല്ലാവർക്കും മനസ്സിലായോ? സോ ഫസ്റ്റ് വൺ ഗ്രോയിങ്, സെക്കൻഡ് വൺ സ്റ്റേബിൾ, മൂന്നാമത്തത് എന്താണ്? ഡിക്ലൈനിങ് പോപ്പുലേഷൻ. യെസ്, നെക്സ്റ്റ് പോപ്പുലേഷൻ ആട്രിബ്യൂട്ട് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പോപ്പുലേഷൻ സൈസ് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയാം. See, the size of the population tell us a lot about its status in the habitat. So, ഒരു ഹാബിറ്റാറ്റിൽ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ആ ഒരു പോപ്പുലേഷൻ എങ്ങനെയുണ്ട് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് പോപ്പുലേഷൻ ഗ്രോയിങ് ആണോ, അല്ലെങ്കിൽ സ്റ്റാഗ്നന്റ് ആണോ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇല്ല നല്ല സുഭിക്ഷമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണോ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ക്രൈറ്റീരിയ മനസ്സിലാക്കണം. എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ കോമ്പറ്റീഷൻ ഉണ്ടോ, വേറെ ഏതെങ്കിലും സ്പീഷീസുമായിട്ട് അത് കോമ്പീറ്റ് ചെയ്യുന്നുണ്ടോ, സെയിം റിസോഴ്സസിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നുണ്ടോ, അതായത് സെയിം ഫുഡിന് വേണ്ടിയിട്ട് അത് അടി ഉണ്ടാക്കുന്നുണ്ടോ. അങ്ങനെ അടി ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ പോപ്പുലേഷൻ കുറയാനുള്ള ചാൻസസ് ഉണ്ട്. ഇൻ കേസ് അത് സ്ട്രോങ് ആണെങ്കിൽ അത് മാത്രം കൂടുതൽ വളരാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. സോ അതുപോലെ തന്നെ പ്രിഡേറ്റർ ആ ഒരു ഓർഗാനിസമിന് പ്രിഡേറ്റർ കൂടുതലാണെങ്കിൽ, അതായത് അതിനെ വേട്ടയാടുന്ന ആനിമൽസ് കൂടുതലാണെങ്കിൽ അതിന്റെ പോപ്പുലേഷൻ കുറയാനുള്ള ചാൻസസ് ഉണ്ട്. പ്രിഡേറ്റർ കുറവാണെങ്കിൽ പോപ്പുലേഷൻ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്, നമ്മളൊക്കെ പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്യുന്നില്ലേ അല്ലെ. സോ ഒരു ക്രോപ്പ് നന്നായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ പെസ്റ്റിസൈഡ്, ഹെർബിസൈഡ് ഇങ്ങനെയുള്ള ഒരുപാട് കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ അങ്ങനെ യൂസ് ചെയ്യുമ്പോഴും ബാക്കിയുള്ള ആനിമൽസ് അല്ലെങ്കിൽ ബാക്കിയുള്ള സ്പീഷീസ് ഒക്കെ എന്താവുന്നുണ്ട്, അത് ചത്തുപോകാനുള്ള ചാൻസസ് ഉണ്ട്, അത് കുറവാവാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ കൂടുതലാവാനുള്ള ചാൻസസ് ഉണ്ട്.
Okay, so we always evaluate them in terms of any change in the population size. The size, the nature could be always low as 10, less than 10 Siberian cranes at Bandipur wetland in any year, or into millions Chlamydomonas in a pond. സോ നമ്മൾ ഈ പോപ്പുലേഷൻ സൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ എണ്ണം വെച്ചിട്ട് നമുക്ക് എണ്ണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സൈബേരിയൻ ക്രെയിൻസ് എന്ന് പറയുന്ന ആ ഒരു പക്ഷി അല്ലെ, സൈബേരിയൻ ക്രെയിൻസ് എന്ന് പറയുന്ന എന്താ കൊളക്കോഴി പോലെയുള്ള ഒരു പക്ഷിയാണ് അല്ലെ. സോ ആ പക്ഷി ഭാരത്പൂർ വെറ്റ്ലാൻഡിൽ ആകെ ഒരു 8 or 10 മാത്രമേ ഒരു ഇയറിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ക്ലെമഡോമോണസ് നോക്കുകയാണെങ്കിലോ, ക്ലെമഡോമോണസ് എന്ന് പറയുന്നത് മൈന്യൂട്ട് ഓർഗാനിസം ആണ്, കുഞ്ഞു കുഞ്ഞു മൈക്രോ ഓർഗാനിസം ആണ്. അത് മില്യൺസ് ഓഫ് ഉണ്ടാവും, മില്യൺസ് ഓഫ് എന്താ ക്ലെമഡോമോണസ് നമുക്ക് ഒരു പോണ്ടിനകത്ത് കാണാൻ പറ്റും അല്ലെ. സോ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഈ ക്ലെമഡോമോണസിനൊക്കെ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എണ്ണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പോപ്പുലേഷനെ അല്ലെങ്കിൽ ഈ ഒരു എന്താ ഡെൻസിറ്റിനെ നമ്മൾ എന്താ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഡെൻസിറ്റിനെ നമ്മൾ എങ്ങനെയാ അളക്കുക? ഓക്കെ, സോ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് വിളിക്കും. ഓക്കെ, പോപ്പുലേഷൻ ഡെൻസിറ്റിനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ N വെച്ചിട്ടാണ്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ N വെച്ചിട്ടാണ് അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. നീഡ് നോട്ട് നെസസറി ടു ബി മെഷേർഡ് ഇൻ നമ്പേഴ്സ് ഓൺലി. പോപ്പുലേഷൻ ഡെൻസിറ്റി ആവുമ്പോൾ അത് നമ്പറിൽ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ബിക്കോസ് നമ്മൾ നേരത്തെ സംസാരിച്ച അതേ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ക്ലെമഡോമോണസ് ഒക്കെ 1, 2, 3 എന്ന് നമുക്ക് എണ്ണാൻ പറ്റില്ല. നമ്മൾ മുകളിലോട്ട് നോക്കിയിട്ട് നക്ഷത്രങ്ങളെ എണ്ണുന്ന പോലെ ഇരിക്കും. നക്ഷത്രങ്ങൾ ഒരു നൈറ്റിൽ വെച്ച് നമുക്ക് മൊത്തത്തിൽ എണ്ണി തീർക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ ആയിരിക്കും ഈ ക്ലെമഡോമോണസ് നമ്മൾ എണ്ണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വേറെ ആൾട്ടർനേറ്റ് മെത്തഡ്, ഒരുപാട് ആൾട്ടർനേറ്റ് മെത്തഡ് ഉണ്ട്. ആ ആൾട്ടർനേറ്റ് മെത്തഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ചിലതിന് നമ്പർ തന്നെ നമ്മൾ കൗണ്ട് ചെയ്യും. ഇപ്പോൾ ടീക്വുഡ് പ്ലാന്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ 1, 2, 3 നമുക്ക് എണ്ണാൻ പറ്റും. അത് തന്നെ ഇപ്പൊ ക്ലെമഡോമോണസ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ വേറെ എന്തൊക്കെ മെത്തേഡ് ഉണ്ട് നമുക്ക് നോക്കാം. The total number is generally the most appropriate measure of population density. It is in some cases either meaningless or difficult to determine. അതായത് ഇപ്പൊ നമ്മൾ ഒരു പ്ലാന്റ് ബാനിയൻ ട്രീ എടുക്കുക, അതേപോലെ തന്നെ ഇനിയൊരു പാർത്തേനിയം പ്ലാന്റും എടുക്കുക. ബാനിയൻ ട്രീ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക, അതും പാർത്തേനിയമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ആലുമരവും പാർത്തേനിയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ആലുമരം എന്ന് പറയുന്നത് അത്രയും വലുതായിട്ട് വളരുന്ന ഒരു മരമാണ്. പാർത്തേനിയം എന്ന് പറയുന്നത് വളരെ കുഞ്ഞു പ്ലാന്റ് ആണ്. സോ അത് രണ്ടും നമുക്ക് ഒന്ന് എന്ന് പറഞ്ഞിട്ട് കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത്? ഇൻ കേസ് ഓഫ് ദിസ്, സോ അതായത് ബാനിയൻ ട്രീയും അതുപോലെ തന്നെ പാർത്തേനിയമാണെങ്കിൽ നമ്മൾ എത്ര ഏരിയ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ ബയോമാസ് അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിന്റെ ബയോമാസ് ആണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാണുള്ളത്? ടോട്ടൽ നമ്പർ ഈസ് അഗെയിൻസ്റ്റ് നോട്ട് ഓൺലി easily adaptable measure if population is huge and counting is impossible or very time consuming. If you have a dense laboratory culture of bacteria in a petri dish, what is the best method to report its density എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു പെട്രി ഡിഷിലുള്ള ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പാച്ചസ് എത്ര ഉണ്ട്? അതായത് ഇതാണ് ഒരു പെട്രി ഡിഷ്. ഈ പെട്രി ഡിഷിൽ ഇവിടെ ഒരു പാച്ച് ഉണ്ട്, ഇവിടെ ഒരു പാച്ച് ഉണ്ട്, ഇവിടെ ഒരു പാച്ച് ഉണ്ട്, ഇവിടെ ഒരു പാച്ച് ഉണ്ട്. സോ ഇതൊക്കെ എന്താണ്? പാച്ചസ് ഓഫ് ബാക്ടീരിയ, കോളനീസ് ഓഫ് ബാക്ടീരിയ. എത്ര കോളനീസ് ഉണ്ട്? ആ കോളനീസിന്റെ നമ്പർ ആണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്, അല്ലാതെ ഈച്ച് ബാക്ടീരിയനെ നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല. മനസ്സിലായോ? Yes, sometimes for certain ecological investigation there is no need to know the absolute population density. Relative density serve the purpose of equally well. അതായത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിനെ നോക്കിയിട്ട് അതിനെ കണ്ടുപിടിക്കണം എന്ന് ആവശ്യമില്ല. അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് വേറെ റിലേറ്റീവ് ഡെൻസിറ്റിയും കൂടെ നമുക്കതിനെ നോക്കാൻ പറ്റും. അതായത് ആ പോപ്പുലേഷനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ,
ഒരു വലിയ കടലിലൊക്കെ പോയിട്ട് നമ്മൾ വല വീശുകയാണ്, ഫിഷിന് വേണ്ടിയിട്ട് വല വീശുകയാണ്. വല വീശുമ്പോൾ ഒരു പ്രാവശ്യം വല വീശുമ്പോഴേക്കും എത്ര ഫിഷസിന് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് നോക്കിയിട്ട് ആ കടലിലുള്ള ഫിഷസിന്റെ നമ്പറിന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുപോലെ തന്നെ next, we are mostly obliged to estimate population size indirectly without actually counting them or seeing them. ഏതാണ് ടൈഗർ സെൻസസ് അല്ലെ, ടൈഗറിന്റെ പഗ് മാർക്ക് അല്ലെങ്കിൽ ഫീക്കൽ മാറ്റർ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു പോപ്പുലേഷൻ നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അതായത് ടൈഗറിന്റെ പഗ് മാർക്ക് വെച്ചിട്ട് ഓക്കെ 1 ഉണ്ട് 2 ഉണ്ട് എന്നിങ്ങനെ കൗണ്ട് ചെയ്തിട്ട് പോവാം. യെസ്, സോ ഇങ്ങനെ വേറെ വേറെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പോപ്പുലേഷനെ കൗണ്ട് ചെയ്യാൻ പറ്റും. യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ന്യൂസ് ഉണ്ട്. വേദാന്തു വക MVSAT എന്ന് പറയുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ് ഒരുക്കുന്നുണ്ട്. ആ എൻട്രൻസ് ടെസ്റ്റിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതായത് 8ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർ തൊട്ട് 12th പഠിക്കുന്ന പിള്ളേർ വരെ എല്ലാവർക്കും ഈ ഒരു ടെസ്റ്റിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് പോയി രജിസ്റ്റർ ചെയ്യാം. ഡിസംബർ 2ാം തീയതി തൊട്ട് 10ാം തീയതി വരെയാണ് എക്സാം നടക്കുന്നത്. ഓൾമോസ്റ്റ് 1 അവറുടെ ഒരു എക്സാം ആണ്. നിങ്ങൾ അടിപൊളിയായിട്ട് ആ ഒരു ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു സ്കോർ വരികയാണെങ്കിൽ സ്കോളർഷിപ്പിൽ കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് വേദാന്തുവിൽ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിപ്പിക്കും. അതുമാത്രമല്ല, നല്ല സ്കോർ ചെയ്ത പിള്ളേർക്ക് നാഷണൽ സ്പേസ് റിസർച്ച് സെന്ററിൽ 5 days സ്റ്റേ ചെയ്യാനുള്ള ഒരു അവസരവും തരുന്നുണ്ട്. അതുമാത്രമല്ല, ഒരുപാട് ഗിഫ്റ്റ് നിങ്ങളെ തേടി എത്തുന്നുണ്ട്. ഡ്രോൺ, അതുപോലെ തന്നെ ടെലസ്കോപ്പ്, അങ്ങനെ പറഞ്ഞ ഒരുപാട് ഗിഫ്റ്റ് നിങ്ങൾക്ക് കയ്യിലെത്തും. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു രജിസ്റ്റർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതി ഫുൾ നല്ല സ്കോർ എടുക്കുക. നല്ല സ്കോർ എടുത്തിട്ട് അടിപൊളിയായിട്ട് വേദാന്തുവിൽ പഠിക്കാം കേട്ടോ. യെസ്, ഓക്കെ. സോ എന്നാൽ പിന്നെ നമുക്ക് അടുത്ത കാര്യം നോക്കാം, പോപ്പുലേഷൻ ഗ്രോത്ത്. ഓക്കെ, പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഉള്ളത് പോപ്പുലേഷൻ ഗ്രോത്തിനെ പറ്റിയിട്ടാണ്. ദ സൈസ് ഓഫ് ദി പോപ്പുലേഷൻ population for many species is not a static parameter. So അതായത് പോപ്പുലേഷൻ എന്ന് പറയുന്നത് കാലാകാലം ഒരേ ഒരു സൈസിൽ തന്നെ ഉണ്ടാവില്ല. അത് കൂടിയും കുറഞ്ഞും ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇറ്റ് കീപ്സ് ചേഞ്ചിങ് വിത്ത് ടൈം ഡിപ്പെൻഡിങ് ഓൺ വേരിയസ് ഫാക്ടർ ഇൻക്ലൂഡിങ് ഫുഡ് അവൈലബിലിറ്റി, പ്രിഡേഷൻ പ്രഷർ ആൻഡ് അഡ്വേഴ്സ് വെതർ. ഓക്കെ, സോ ഫുഡ് എങ്ങനെ കിട്ടുന്നുണ്ട്, പ്രിഡേഷൻ എങ്ങനെയുണ്ട്, അതായത് പ്രിഡേറ്റർ കൂടുതലുണ്ടെങ്കിൽ അതിന്റെ പോപ്പുലേഷൻ കുറയും അല്ലെ. സോ അതുപോലെ തന്നെ വെതർ, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ വാട്ടർ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു പോപ്പുലേഷൻ സൈസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഫാക്ട് it is these changes in population density that gives us some idea of what is happening to the population. ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പോപ്പുലേഷൻ എന്തായിക്കൊണ്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ക്ലിയർ കട്ട് ഐഡിയ നമുക്കൊക്കെ കിട്ടും. വെദർ ഇറ്റ് ഈസ് ഫ്ലറിഷിംഗ് ഓർ ഡിക്ലൈനിങ്, അതായത് പോപ്പുലേഷൻ സൈസ് ഇൻക്രീസ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ ഡിക്രീസ് ആവുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വാട്ട് എവർ മൈറ്റ് ബി ദ അൾട്ടിമേറ്റ് റീസൺ, ദ പോപ്പുലേഷൻ ഡെൻസിറ്റി in a given habitat during the given period fluctuate due to the change in the 4 basic process. എന്തൊക്കെ 100 കാരണങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, പക്ഷേ ഈ 4 കാരണമാണ് മെയിൻ ആയിട്ടുള്ളത്. ആ 4 കാരണം കൊണ്ടാണ് എന്താണെന്നുള്ളത് ഈ ഒരു ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നുള്ളത്. ആ 4 കാരണം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് നെറ്റാലിറ്റി, രണ്ടാമത്തത് മോർട്ടാലിറ്റി, മൂന്നാമത്തത് ഇമിഗ്രേഷൻ, നാലാമത്തത് എമിഗ്രേഷൻ. ഓക്കെ, യെസ്. സോ നെറ്റാലിറ്റി, മൊർട്ടാലിറ്റി, ഇമിഗ്രേഷൻ, എമിഗ്രേഷൻ, ഈ 4 കാരണങ്ങളാണ് ഒരു പോപ്പുലേഷൻ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നെറ്റാലിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ സൈസ് ഗ്രോ ആവും, മൊർട്ടാലിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ സൈസ് കുത്തനെ താഴെ ഇറങ്ങും, ഇമിഗ്രേഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ സൈസ് ഇൻക്രീസ് ആവും, എമിഗ്രേഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ സൈസ് ഡിക്രീസ് ആകും. അപ്പൊ നമുക്ക് എന്താണ് ഈ 4 കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. നെറ്റാലിറ്റി റെഫേഴ്സ് ടു ദി നമ്പർ ഓഫ് ബർത്ത് ഡ്യൂറിങ് എ ഗിവൻ പീരിയഡ് ഇൻ എ പോപ്പുലേഷൻ ദാറ്റ് ആർ added to the initial density. See, ഒരു ഡെൻസിറ്റി ഇവിടെ ഉണ്ട്, ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ട്. ഈ പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ പുതുതായിട്ട് ത്രൂ ബർത്ത്, സോ ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ച് ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുതിയ ഒരു ഇൻഡിവിജ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഇൻഡിവിജ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം എത്ര ആൾക്കാർ
ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നെറ്റാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മൾ എന്ത് പറയും? നെറ്റാലിറ്റി എന്ന് പറയും. ഓക്കെ, മൊർട്ടാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സി, ഇങ്ങനെ ഒരു പോപ്പുലേഷൻ ഉണ്ട്. ഈ പോപ്പുലേഷനിൽ ആൾറെഡി കുറച്ച് പേരുണ്ട്. ഈ കുറച്ച് പേരിൽ ഒരുപാട് പേര് എന്താവുന്നുണ്ട്? ഏജ് കാരണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു റീസൺ കാരണോ ഇവര് മരിച്ചു പോവുകയാണ്. അങ്ങനെ മരിച്ചു പോകുമ്പോൾ പോപ്പുലേഷൻ സൈസ് ഡിക്രീസ് ആവുകയാണ് അല്ലെ? ഇവിടെ ഇൻക്രീസ് ആവുന്നുണ്ട്, ഇവിടെ ഡിക്രീസ് ആവുന്നുണ്ട്. റൈറ്റ്? സോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമിഗ്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി, ഇത് ഒരു പോപ്പുലേഷൻ ആണ്. ഓക്കെ, സോ വേറെ ഒരു സ്ഥലത്തിൽ ഇതേപോലത്തെ ഇനിയൊരു പോപ്പുലേഷൻ ഉണ്ട്. ഓക്കെ, സോ ഈ പോപ്പുലേഷനിൽ നിന്നും, ഇത് ബി പോപ്പുലേഷൻ, ഇത് എ പോപ്പുലേഷൻ. ഓക്കെ, സോ ഈ ബി പോപ്പുലേഷനിൽ നിന്നും കുറച്ച് പേര് ഇവിടത്തേക്ക് എൻ്റർ ആവുന്നുണ്ട്. ഓക്കെ, ഇതിന് എന്തെന്ന് പറയും? ഇമിഗ്രേഷൻ എന്ന് പറയും. സോ ഇവിടെ നിന്നും കുറച്ച് പേര് ഇവിടെ എൻ്റർ ആവുന്നുണ്ട്. അപ്പൊ ഈ പോപ്പുലേഷന്റെ സൈസ് ഇൻക്രീസ് ആവും, ഈ പോപ്പുലേഷന്റെ സൈസ് ഡിക്രീസ് ആകും. സോ ഇതിന് നമ്മൾ ഇമിഗ്രേഷൻ എന്ന് പറയും. ഓക്കെ, സോ ഇതിന് നമ്മൾ ഇമിഗ്രേഷൻ, അതായത് ഒരു പുതിയ ആൾക്കാർ ഒരു പോപ്പുലേഷനിലേക്ക് എൻ്റർ ആവുകയാണ്, അതിന് നമ്മൾ ഇമിഗ്രേഷൻ എന്ന് പറയും. ഒരു പോപ്പുലേഷനിൽ നിന്നും കുറച്ച് ആൾക്കാരെ വിട്ടു പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ എമിഗ്രേഷൻ എന്ന് പറയും. സോ ഇത് ഡിക്രീസ് ആവും, പോപ്പുലേഷൻ സൈസ് ഡിക്രീസ് ആവും, ഇവിടെ പോപ്പുലേഷൻ സൈസ് ഇൻക്രീസ് ആകും. ഓക്കെ, യെസ്. സി, ഇവിടെ നോക്കിക്കേ, എമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ആവുകയാണ്, പ്ലസ് മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. മൊർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ ഡിക്രീസ് ആവുകയാണ്, ആൻഡ് എമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഡിക്രീസ് ആവുകയാണ്, നെറ്റാലിറ്റി എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ആവുകയാണ്. സോ ഇത് രണ്ടും ഇൻക്രീസ് ചെയ്യും, പോപ്പുലേഷൻ സൈസിനെ ഇൻക്രീസ് ചെയ്യും. ഇത് രണ്ടും എന്ത് ചെയ്യും? പോപ്പുലേഷൻ സൈസിനെ ഡിക്രീസ് ചെയ്യും. മനസ്സിലായോ? 4 ബേസിക് ആയിട്ടുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റീനെ മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റീനെ ഫ്ലക്ച്വേറ്റ് ചെയ്യാനോ കപ്പാസിറ്റി ഉള്ള 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെറ്റാലിറ്റി, ഇമിഗ്രേഷൻ, മൊർട്ടാലിറ്റി, എമിഗ്രേഷൻ. ഓക്കെ, യെസ്. സോ നമുക്ക് ഈ ഒരു ഐഡിയ വെച്ചിട്ട്, ഓക്കെ, മൊർട്ടാലിറ്റി, നെറ്റാലിറ്റി, ഇമിഗ്രേഷൻ വെച്ചിട്ട് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ റീജന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സി, ഫോർ എക്സാമ്പിൾ എൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലെ? സോ എൻ ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിഷ്യൽ പോപ്പുലേഷൻ ഡെൻസിറ്റി, എൻ ടി പ്ലസ് 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനൽ പോപ്പുലേഷൻ ഡെൻസിറ്റി. ഓക്കെ, സോ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബർത്ത്, ഐ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമിഗ്രേഷൻ, ഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെത്ത്. ഓക്കെ, സോ ഇ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എമിഗ്രേഷൻ. ഓക്കെ, ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റാലിറ്റി ആൻഡ് ഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർട്ടാലിറ്റി. യെസ്. സോ ഐ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമിഗ്രേഷൻ ആൻഡ് ഇ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എമിഗ്രേഷൻ. യെസ്. സോ ഇത് ഫൈനൽ പോപ്പുലേഷൻ ഡെൻസിറ്റി, ഇത് ഇനിഷ്യൽ പോപ്പുലേഷൻ ഡെൻസിറ്റി. ഓക്കെ, യെസ്. അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ ഒരു ചേഞ്ച് ഇൻ പോപ്പുലേഷൻ ഡെൻസിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ ടി പ്ലസ് 1 ഈസ് ഈക്വൽ ടു എൻ ടി പ്ലസ് ബി പ്ലസ് 1 മൈനസ് ഡി പ്ലസ് ഇ. ഓക്കെ, സി, ബി പ്ലസ് ഐ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ബി പ്ലസ് ഐ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സി, ഒരു പോപ്പുലേഷനിൽ 2 പേര് ത്രൂ ബർത്ത് ഇൻക്രീസ് ആയി ആൻഡ് 4 പേര് പുറത്ത് നിന്ന് ആൾക്കാർ എൻ്റർ ആയി. അപ്പൊ ഇവിടെ എത്രയായി? 6 ആയി അല്ലെ? ആൻഡ് ഇവിടെ ത്രൂ ഡെത്ത് ഒരാളങ്ങ് മരിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എമിഗ്രേഷൻ ആയിട്ട് ആ ഒരു പോപ്പുലേഷനിൽ നിന്നും വിട്ടുപോയ 2 ആൾക്കാരുണ്ട്. ഓക്കെ, സോ എത്രയായി? ഇപ്പോ എത്രയായി എന്ന് പറഞ്ഞേ? സോ ഇവിടെയും ഒരാളല്ലേ? യെസ്. സി, അതായത് 3. ഓക്കെ, 6 മൈനസ് 3 എന്ന് പറയുമ്പോൾ എത്ര വന്നു? യെസ്, 3 അല്ലെ? സോ നെറ്റാലിറ്റി എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ സൈസ് ഒരു 100 പീപ്പിൾസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 പ്ലസ് 3 പുതിയതായിട്ട് വന്നത് 3 ആണ്. അപ്പൊ ഫൈനൽ എൻ ടി പ്ലസ് 1 എന്ന് പറയുമ്പോൾ എത്ര വന്നു? 103 ആണ്. എല്ലാവർക്കും മനസ്സിലായോ? സോ ദിസ് ഈസ് അബൌട്ട് change in population density. Okay, change in population density. Okay, you can see from the above equation that the population density will increases if the number of birth plus the number of immigrants is more than the number of death plus number of emigrants ഡെത്തും കുറഞ്ഞിരിക്കണം. ഓക്കെ, കുറഞ്ഞിരിക്കണം. ഇമിഗ്രേഷനും അതുപോലെ തന്നെ ബർത്തും ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ, നമ്പർ ഓഫ് ഇമിഗ്രേഷൻ ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഇൻക്രീസ് ആയിക്കൊണ്ട് പോകും, പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടി പോകും. ഇൻ കേസ് അത് കുറവാണെങ്കിൽ, ഡെറ്റ് ഓപ്പോസിറ്റ് ആണെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറഞ്ഞു വരും.
ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം, ഗ്രോത്ത് മോഡൽസ്. എന്താണ് ഈ ഗ്രോത്ത് മോഡൽസ്? നമുക്ക് നോക്കാം. See, does the growth of a population with time show any specific and predictable pattern? We have been concerned about unbridled human population growth and problems created by it in our country, and it is therefore natural for us to be curious if the different animal population in a nature behave the same way or show some restraints on growth. Perhaps we can learn a lesson or two from nature to how to control population growth. So population growthന് നമ്മൾ ഹ്യൂമനിലുള്ള അതേപോലെ തന്നെയാണോ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടോ, നേച്ചറിൽ എന്താണ് സംഭവിക്കുന്നുള്ളത്, നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും ഹ്യൂമൻസിന്, അല്ലെ? സോ ഹ്യൂമൻസ് ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള മെക്കാനിസമോ അതും ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ മെഡിക്കൽ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻസിൽ ഈ ഒരു കാര്യം, അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. പക്ഷേ ബാക്കിയുള്ള അനിമൽസിൽ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ഇങ്ങനെ സാധിക്കുമോ? ഇങ്ങനെ ഓക്കെ ആണോ? എല്ലാ അനിമൽസും അടിപൊളിയായിട്ട് അതുപോലെ തന്നെ ജീവിക്കുമോ? ഹ്യൂമൻസ് ജീവിക്കുന്നത് പോലെ തന്നെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല, അതിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെ? സോ ഏതെങ്കിലും ഒരു പോപ്പുലേഷൻ മാത്രം ഇൻക്രീസ് ആയിക്കൊണ്ട് പോവുകയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ സപ്രസന്റ് ആയിക്കൊണ്ട് പോകും. അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി എല്ലാം കുറഞ്ഞും കൂടി അങ്ങനെ എക്കോളജിക്കൽ ഒരു ബാലൻസ് തെറ്റിപ്പോകും. എക്കോളജിക്കൽ ബാലൻസ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? എക്കോളജിക്കൽ ബാലൻസ് തെറ്റിപ്പോവുകയാണെങ്കിൽ ടോട്ടലായിട്ട് നമ്മുടെ എർത്തില് ലൈഫ് കുറഞ്ഞു വരും. ഓക്കെ, സോ നമുക്കതിനെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. യെസ്, ഫസ്റ്റ് വൺ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. Okay, so resource, food and space availability is obviously essential for the unimpeded growth of population. ഒന്ന് നന്നായിട്ട് ഗ്രോ ആവണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫുഡും സ്പേസും വളരെ എസെൻഷ്യൽ ആണ്. ഐഡിയലി വെൻ റിസോഴ്സസ് ഇൻ ദി ഹാബിറ്റാറ്റ് ആർ അൺലിമിറ്റഡ്. റിസോഴ്സസ്, അതായത് ഫുഡും സ്പേസസും അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇന്നേറ്റ് പൊട്ടൻഷ്യൽ ടു ഗ്രോ ഇൻ നമ്പർ, അതായത് ന്യൂ ഇൻഡിവിജ്വൽസ് ഇങ്ങനെ കൂടി വരും. ആസ് ഡാർവിൻ ഒബ്സർവ്ഡ് വൈൽ ഡെവലപ്പിംഗ് ഹിസ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, then the population grow in an exponential or geometrical fashion. Okay, in a population of size and the birth rate are represented as B and death rate is D, then the increase or decrease in N during unit period of time is equal to dN by dt is equal to എത്രയാണ്? എന്താണ്? B minus D into N ആണ്. B minus D നെ നമുക്ക് R എന്ന് വിളിക്കാം. ഓക്കെ, R എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ dN by dt എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? R into N ആണ്. ഓക്കെ, സോ ഇത് നമ്മുടെ എന്താ ഡാർവിന് കണ്ടുപിടിച്ച ഒരു സാധനമാണ്. അതായത് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിനെ പറ്റി അവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജിയോമെട്രിക്കലി ഇത് ഗ്രോത്ത് ആവുന്നത് കാണാൻ പറ്റും എന്ന് പറഞ്ഞു. ഓക്കെ, സോ ജിയോമെട്രിക്കൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? റിസോഴ്സസ് അൺലിമിറ്റഡ് ആയിരിക്കുമ്പോൾ, ഫുഡ് സഫീഷ്യന്റ് ആയിട്ട് കിട്ടിക്കൊണ്ടേ ഇരിക്കുമ്പോൾ പോപ്പുലേഷൻ ഇങ്ങനെ കുത്തനെ കയറും എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, സോ അതിന് നമ്മൾ ഒരു ഇക്വേഷനും കൂടെ കൊടുത്തു. dN by dt is equal to R into N. R എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻട്രൻസിക് ഫാക്ടർ. R എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻട്രൻസിക് ഫാക്ടർ ആണ്. B മൈനസ് D ആണ്. അതായത് ബർത്ത് റേറ്റ് മൈനസ് ഡെത്ത് റേറ്റ്, അതിനെയാണ് നമ്മൾ R എന്ന് വിളിക്കുക. ഓക്കെ, സോ അടുത്തത് എന്താണ്? There are R in this equation called intrinsic rate of natural increase, and this is a very important parameter chosen for assessing impacts of any biotic and abiotic factor on population growth. ഓക്കെ, ഒരു പോപ്പുലേഷൻ ഗ്രോ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എബയോട്ടിക്കും ബയോട്ടിക് ഫാക്ടറൊക്കെ ഇൻഫ്ലുവൻസ് ആവും. അങ്ങനെ ഇൻഫ്ലുവൻസ് ആയിട്ട് പോപ്പുലേഷൻ ഇൻക്രീസ് ആവാനോ ഡിക്രീസ് ആവാനോ അത് ഹെൽപ്പ് ചെയ്യും. ടു ഗിവ് യു സം ഐഡിയ അബൌട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ വാല്യൂ ഫോർ നോർവേ റാറ്റ്. ഓക്കെ, നോർവേ റാറ്റിന് ആർ എന്ന് പറയുന്നത് 0.0515 ആണ്. ഓക്കെ, 015 ആണ്. ആൻഡ് ഫ്ലോർ ബീറ്റലിന് 0.12 ആണ്. ഓക്കെ, ഇൻ
1981 ആർ വാല്യൂ ഓഫ് ഹ്യൂമൻ പോപ്പുലേഷന് 0.025 ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ ആർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അത് ഇൻക്രീസോ ഡിക്രീസോ ആകുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്? പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസും ഡിക്രീസും ആവുന്നുണ്ട്. Okay, the above equation describe the exponential or geometric growth pattern of population and resultant is J-shaped curve. അല്ലേ? So ഇതുപോലെ ഒരു J-shaped curve ആണ് നമുക്ക് കിട്ടിയത് അല്ലേ? So if the familiar is basic calculus, you can derive the integral form of the exponential growth equation. So ഇതിനെ dn by dt is equal to rn നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റഗ്രൽ ഈസ് സിമ്പിൾ ഫോം ആയിട്ട് നമ്മൾ മാറ്റുന്നുണ്ട്. അതെന്താണിത്? nt is equal to n0 ERT. ഓക്കെ, സോ nt എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി ആഫ്റ്റർ ടൈം t. ഓക്കെ, എന്നോട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം 0 ആൻഡ് r എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്, ദാറ്റ് ഈസ് b minus d. ഓക്കെ, ആൻഡ് e എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ലോഗരിതം, ദ ബേസ് ഓഫ് നാച്ചുറൽ ലോഗരിതം, അത് നമ്മളുടെ ലോഗ് ബുക്കിൽ ഉണ്ടാവും. സോ 2.71828 എന്നാണ് അതിന്റെ value. Okay, so any species growing exponentially under unlimited resources condition can reach enormous growth. ഒരു വലിയ ഗ്രോത്ത് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഒരു കുഞ്ഞു പീരീഡിൽ, അതായത് ഇങ്ങനെ ഗ്രോ ആയിക്കൊണ്ടേ പോവുകയാണല്ലോ, ഇഷ്ടം പോലെ ഫുഡ് കിട്ടുന്നുണ്ട്, ഇഷ്ടം പോലെ നമുക്ക് ചാടി കളിക്കാനുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നന്നായിട്ട് നമ്മുടെ സൈസിനെ ഗ്രോ ചെയ്യും അല്ലെ? അതുപോലെ തന്നെയാണ് എല്ലാ ഇൻഡിവിജ്വൽസും. ഓക്കെ, ഈസി ആയിട്ട് അതിന്റെ നമ്പർ ഇൻക്രീസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, പക്ഷേ അതങ്ങനെ സംഭവിക്കില്ല. ഡാർവിൻ ഷോഡ് ഹൗ ഈവൻ എ സ്ലോ ഗ്രോയിങ് അനിമൽ ലൈക്ക് എലിഫന്റ് could reach enormous number in absence of checks. Okay, the following is anecdote popularly narrated to demonstrate dramatically how fast a huge population could build up even growing exponentially. ഇങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല, എക്സ്പോണൻഷ്യലി ഗ്രോ ആവാൻ ചാൻസ് ഇല്ല. അതിന് നമുക്ക് ഈസി ആയിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പഠിക്കാം. അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കിങ്ങും അതുപോലെ തന്നെ ഒരു മിനിസ്റ്ററും രണ്ടുപേരും കൂടിയിട്ട് ഒരു ചെസ് ഗെയിം കളിക്കാൻ റെഡി ആകും. ഓക്കെ, സോ കിങ്ങിന് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാ ഗെയിമിനും ഞാൻ ജയിച്ചുകൊണ്ടേയുണ്ട്. ഇപ്പൊ ഞാനൊരു കോമ്പറ്റീഷൻ, ഞാനും മന്ത്രിയുമായിട്ട് ഒരു കോമ്പറ്റീഷൻ വെക്കാം. അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് മന്ത്രിനോട് പറഞ്ഞു, ഞാൻ ഇൻ കേസ് ഇതിപ്പോ ദ മിനിസ്റ്റർ ഹംബലി സെഡ് ഇഫ് ഹി wanted only some wheat grains. അതായത് നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് വീറ്റ് ഗ്രെയിൻസിന് മാത്രം മതി. പക്ഷേ ആ വീറ്റ് ഗ്രെയിൻസ് നിങ്ങൾ എങ്ങനെ തരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ചെസ് ബോർഡിലെ ആദ്യത്തെ കോളമിൽ, ആദ്യത്തെ സ്ക്വയർ ബോക്സിൽ നിങ്ങൾ ഒരു വീറ്റ് ഗ്രെയിൻ, ഒരു വീറ്റിന്റെ, അതായത് ഗോതമ്പിനെ മാത്രം വെക്കണം. രണ്ടാമത്തേൽ 2 ഗോതമ്പിനെ വെക്കണം. മൂന്നാമത്തേൽ 3 ഗോതമ്പിനെ വെക്കണം. അങ്ങനെ എത്ര കോളംസ്, എത്ര ആ ഒരു സ്ക്വയർ ഉണ്ടോ ആ എല്ലാ സ്ക്വയറിലും നിങ്ങൾ എന്ത് നിറയ്ക്കണം? ഇതുപോലെ വീറ്റ് ഗ്രെയിൻസിനെ അല്ലെങ്കിൽ ഗോതമ്പിനെ നിറയ്ക്കണം എന്ന് പറഞ്ഞു. രാജ വിചാരിച്ചു, ഇത് സിമ്പിൾ അല്ലേ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാന്ന് വിചാരിച്ചിട്ട് കളിച്ചിട്ട് പക്ഷെ അങ്ങനെ നന്നായിട്ട് കളിച്ചപ്പോ മന്ത്രിയായിരുന്നു ജയിച്ചത്. രാജാവ് അങ്ങ് തോറ്റുപോയി. ഓക്കെ, സോ അങ്ങനെ രാജാവ് തോറ്റപ്പോ, ശരി നിന്റെ ഒരു ഇഷ്ടമല്ല നീ പറഞ്ഞത്, അതായത് വീറ്റ് ഗ്രെയിൻസ് അല്ല നിനക്ക് വേണമെന്ന് പറഞ്ഞത്, ഞാൻ ചെയ്തു തരാം, അതിനെന്താ ഇപ്പോ വളരെ സിമ്പിൾ അല്ലേ എന്ന് പറഞ്ഞിട്ട് 1 വെച്ചു, 2 വെച്ചു, 3 വെച്ചു, അങ്ങനെ വെച്ചുകൊണ്ട് പോയി. പിന്നെയാണ് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായത്, ചെറിയ ഒരു കോളമേ ഉള്ളൂ അല്ലെ, ചെറിയ ഒരു സ്ക്വയർ ബോക്സേ ഉള്ളൂ. ആ ബോക്സിനകത്ത് ഇപ്പോൾ 60, 64 അങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സിനെ ഇവിടെ വെക്കുമ്പോൾ അത് ഓവർഫ്ലോ ആവാൻ തുടങ്ങി. അതിനകത്ത് തന്നെ നിർത്തണ്ടേ, ഓവർഫ്ലോ ആവാൻ തുടങ്ങി. അതുപോലെ തന്നെയാണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഓവർഫ്ലോ ആവാൻ തുടങ്ങും. സ്പീഷീസിന്റെ നമ്പർ കൂടി വരും. അങ്ങനെ കൂടി വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക? എല്ലാ സ്പീഷീസും അങ്ങനെ കൂടി വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ നടക്കൂല, നേച്ചറിൽ അങ്ങനെ നടക്കില്ല. അതാണ് നമ്മുടെ കിങ്ങും മിനിസ്റ്ററും തമ്മിലുള്ള ഒരു കോൺവെർസേഷനിൽ മനസ്സിലാക്കിയത്. ഓക്കെ, യെസ്. സോ
എന്നാൽ പിന്നെ നേച്ചറിൽ എന്താണ് സംഭവിക്കുക, ഏത് രീതിയിലുള്ള ഒരു ഗ്രോത്ത് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുക, അത് നമുക്ക് നോക്കാം. യെസ്, നെക്സ്റ്റ് വൺ ഈസ് ലോജിസ്റ്റിക് ഗ്രോത്ത്. ലോജിസ്റ്റിക് ഗ്രോത്തിൽ എന്താ സംഭവിക്കുക? സി, നമ്മൾ എന്തൊക്കെ പറയുകയാണെങ്കിലും റിസോഴ്സ് അൺലിമിറ്റഡ് ആയിരിക്കില്ല. റിസോഴ്സസ് ഇസ് നോട്ട് അൺലിമിറ്റഡ്, അത് ലിമിറ്റഡ് ആണ്. ഓക്കെ, ഫുഡ്, സ്പേസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ലിമിറ്റഡ് ആകുമ്പോൾ ഈവൻച്വലി ദ ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ഒരാൾ മാത്രമേ അവിടെ സർവൈവ് ആവുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഡിസപ്പിയർ ആയി തുടങ്ങും. ഓക്കെ, അങ്ങനെയാണ് ഒരു ഗ്രോത്തിനെ ചെക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, ഒരു ഗ്രോത്തിനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. യെസ്, ദ ഗവൺമെന്റ് ഓഫ് മെനി കൺട്രീസ് ഹാവ് ഓൾസോ റിയലൈസ്ഡ് ദാറ്റ് ദ ഫാക്ട് ഇൻട്രൊഡ്യൂസ്ഡ് വേരിയസ് റീസ്ട്രെയിൻസ് with a view to limited human population growth. In nature, a given habitat has enough resources to support a maximum possible number beyond which no further growth is possible. Let us call this limit as natural carrying capacity for the species in the habitat. See, നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഓക്കെ, ലോജിസ്റ്റിക് ഗ്രോത്തിന് വേണ്ടി നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി, ഇത് ടൈം. ഓക്കെ, സി, അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എന്തായാലും റിസോഴ്സസ് ഉണ്ടാവില്ല, അതൊരു ലിമിറ്റഡ് മാത്രമായിരിക്കും. അറ്റ് സർട്ടൻ പീരീഡ് വരെ നമുക്കൊരു ഗ്രോത്ത്, ഒരു ഹെവി ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റാഗ്നന്റ്, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് നമുക്ക് കാണാൻ പറ്റുക. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാരിയിങ് കപ്പാസിറ്റി, ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ക്യാരിയിങ് കപ്പാസിറ്റി. സോ യൂഷ്വലി നമുക്കൊരു എസ് ഷേപ്പിലുള്ള ഒരു കേർവ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായോ? A population growing in a habitat with limited resources show initially a lag phase. Initially നമുക്ക് എന്ത് കിട്ടും? ഒരു ലാഗ് ആയിട്ടുള്ള ഒരു ഫേസ് കിട്ടും, followed by acceleration. സോ ആക്സിലറേഷൻ ആണ് നമുക്ക് നെക്സ്റ്റ് കാണാൻ പറ്റുന്നത്. സോ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് വിളിക്കും. ആൻഡ് ഇവിടെ കണ്ടില്ലേ, എസിംപ്ടോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കെ എന്ന് പറയുന്ന ഒരു പ്ലേസ് ഇല്ലേ, അതായത് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എത്തില്ലേ, ആ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. ഒരു പ്രോപ്പർ ആയിട്ട് ഒരു പർട്ടിക്കുലർ റീജൻ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് നമുക്ക് കാണാൻ പറ്റുക. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എസിംപ്ടോട്ട്. ഓക്കെ, ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായോ? സോ ഇതിനെ നമ്മൾ ഒരു ഈക്വേഷൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ dN/dt is equal to Rn into K minus N divided by K. ഓക്കെ, ഇതാണ് ഈക്വേഷൻ. യെസ്, സോ n എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം t. R എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. K എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരിയിങ് കപ്പാസിറ്റി ആണ്. ഓക്കെ, യെസ്, സിൻസ് റിസോഴ്സസ് ഫോർ ഗ്രോത്ത് for most animal population are infinite and become limited sooner or later, the logistic growth model is considered more realistic one. അല്ലേ? സോ ഫസ്റ്റ് ബിഗിനിങ്ങിൽ അൺലിമിറ്റഡ് എന്ന് നമുക്ക് തോന്നും, പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ലിമിറ്റഡ് ആയിക്കൊണ്ട് പോകും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നേച്ചറിലി ഈ ലോജിസ്റ്റിക് ഗ്രോത്തിനെയാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രോത്ത്. ഓക്കെ, സോ gather from government census data of population figures the India for the last 100 years, plot them and check which growth pattern is evident. സോ നിങ്ങൾക്കുള്ള ഒരു അസൈൻമെന്റ് ആണത്. സോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 100 ഇയേഴ്സിന്റെ പോപ്പുലേഷൻ ഗ്രോത്തിന് നിങ്ങൾ ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ആ പോപ്പുലേഷൻ ഗ്രോത്ത് എടുത്തിട്ട് നിങ്ങളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഏത് രീതിയിലുള്ള ഗ്രാഫാണ്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണോ അല്ലെങ്കിൽ ലോജിസ്റ്റിക് ഗ്രോത്ത് ആണോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? അതായത് ഇങ്ങനെയുള്ള ഒരു ഗ്രോത്ത് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളത്, അല്ലെങ്കിൽ ഇതുപോലെ എസ് ഷേപ്പിലുള്ള ഒരു ഗ്രോത്ത് ആണോ കാണാൻ പറ്റുന്നുള്ളത്? നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. യെസ്, ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻ. യെസ്, സോ ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നോക്കാം. പോപ്പുലേഷൻ ഇൻവോൾവ് ടു മാക്സിമൈസ് ദെയർ റിപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്, ഓൾസോ കോൾഡ് ഡാർവീനിയൻ ഫിറ്റ്നസ്. അതായത് പോപ്പുലേഷൻ ഇവോൾവ് ടു മാക്സിമൈസ്, അതായത് ഒരു പോപ്പുലേഷന് അതിൻ്റെ പോപ്പുലേഷനെ ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെറിയ മാറ്റങ്ങൾ, അതിൻ്റെ ബോഡിയിൽ കുഞ്ഞു മാറ്റങ്ങൾ അത് ഉണ്ടാക്കും. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഡാർവേനിയൻ ഫിറ്റ്നസ് എന്ന് വിളിക്കും. ഓക്കെ, ഇൻ ഹാബിറ്റാറ്റ് in which they live. Okay, under a particular set of selection procedure, organism evolve towards the most evident reproductive strategy. Some organisms breed only once in their lifetime. See,
ചിലതൊക്കെ ഒരു ലൈഫ് ടൈമിൽ ഒറ്റൊരു പ്രാവശ്യം മാത്രമേ അത് എന്ത് ചെയ്യുന്നുള്ളൂ, ബ്രീഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഒറ്റൊരു പ്രാവശ്യം മാത്രമേ ബ്രീഡ് ചെയ്യുന്നുള്ളൂ. സി എക്സാമ്പിൾ ഏതാണെന്ന് നോക്കി പറഞ്ഞേ, ഏതാണ്? സി സ്പെസിഫിക് സാൽമൺ ഫിഷ്, ബാംബു, ഇതൊക്കെ ലൈഫ് ടൈമിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ലൈഫ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ. സോ ഒറ്റ ടൈം മാത്രം, വൺ ടൈം റീപ്രൊഡ്യൂസ്. ഓക്കെ, സോ രണ്ടാമത്തെ ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സം പ്രൊഡ്യൂസസ് ലാർജ് നമ്പർ സ്മോൾ സൈസ്ഡ് ഓസ്പ്രിങ്. സേ ഫോർ എക്സാമ്പിൾ ഓയിസ്റ്റർ, പെലാജിക് ഫിഷസ്, ഇതിലൊക്കെ ലാർജ് നമ്പർ സ്മോൾ ഇൻ സൈസ്. ഓക്കെ, സ്മോൾ സൈസ് ഉള്ള ഒരു ഓർഗാനിസമിനെ പ്രൊഡ്യൂസ് ചെയ്യും, അതായത് ഓയിസ്റ്റർ, പെലാജിക് ഫിഷസും അതൊക്കെ. while other produces small number for large sized offspring. അതായത് മൂന്നാമത്തെ ടൈപ്പ് ഏതാണ്? സ്മോൾ നമ്പർ, അതായത് ലെസ് നമ്പർ, സ്മോളർ നമ്പർ ആൻഡ് ലാർജ് സൈസ്. ഓക്കെ, ബിക്കോസ് ഈ ഇൻഡിവിജ്വൽസിലൊക്കെ സർവൈവിങ് റേറ്റ് കൂടുതലാണ്, കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള പ്രാക്ടീസസ് ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് പ്രിഡേറ്റർ ഒന്ന് വന്നിട്ട് അതിനെ കടിച്ചു മുറിച്ച് തിന്നൊന്നും ഇല്ല എന്നുള്ള ഒരു ധൈര്യത്തിൽ അത് കുറച്ച് നമ്പറിനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ആ പോപ്പുലേഷൻ, അത് ഉണ്ടാക്കിയിരിക്കുന്ന ആ പോപ്പുലേഷനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുക, ലാർജ് നമ്പർ സ്മോൾ സൈസിൽ എന്താ സംഭവിക്കുക, ഈവൻ ദോ ലാർജ് നമ്പറിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഡ്യൂ ടു പ്രിഡേറ്ററും അങ്ങനെയുള്ള കോമ്പറ്റീഷനും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനെ അഫക്റ്റ് ചെയ്തിട്ട് കുറച്ച് മാത്രമേ സർവൈവ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഇതൊക്കെ ലൈഫ് ടൈമിൽ ഒറ്റ പ്രാവശ്യമേ ഇത് റിപ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് ബാംബു ട്രീ, പെസിഫിക് സാൽമൺ ഫിഷ്, ഇതൊക്കെ ലൈഫ് ടൈമിൽ ഒറ്റ ടൈമേ റിപ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസമിനെ അത് പ്രൊഡ്യൂസ് ചെയ്യും. യെസ്, ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. പോപ്പുലേഷൻ ഇന്ററാക്ഷൻ. ഓക്കെ, പോപ്പുലേഷൻ ഇന്ററാക്ഷനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. യു ക്യാൻ തിങ്ക് ഓഫ് എനി നാച്ചുറൽ ഹാബിറ്റാറ്റ് ഓൺ എർത്ത് ദാറ്റ് ഈസ് ഇൻഹാബിറ്റഡ് ജസ്റ്റ് ബൈ എ സിംഗിൾ സ്പീഷീസ്. ഒറ്റ സ്പീഷീസ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ? ഒറ്റ സ്പീഷീസ്, ഞാൻ വരാൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല, എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ സാധിക്കുമോ? പറ്റില്ല, അങ്ങനെ സംഭവിക്കില്ല. There is no such habitat and such a situation is even inconceivable. For any species, the minimal requirement is one more species on which it can feed. അതായത് അറ്റ്ലീസ്റ്റ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓർഗാനിസം എങ്കിലും ഉണ്ടാവും. അതിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു ഓർഗാനിസം ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലേ? സോ ഈവൻ എ പ്ലാന്റ് സ്പീഷീസ് വിച്ച് മേക്ക് ഇറ്റ്സ് ഓൺ ഫുഡ് cannot survive alone. It needs soil microbes to break down the organic matter in soil and return the inorganic nutrients for absorption. See, ഒരു പ്ലാന്റ് ആയാൽ പോലും അതിനെന്ത് വേണം? ന്യൂട്രിയൻസ് വേണം. ആ ന്യൂട്രിയൻസ് എവിടെയാണുള്ളത്? സോയിലാണുള്ളത്. ആ സോയിലുള്ള ന്യൂട്രിയൻസ് വേറെ വേറെ ഫോമിലായിരിക്കും. അത് ഈസിലി അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫോമിലാക്കി മാറ്റിയെടുക്കുന്ന ആളാരാണ്? ഈ സോയിലുള്ള മൈക്രോബ്സ് ആണ്. ആ മൈക്രോബ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, ആ ഇന്ററാക്ഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റിന് ന്യൂട്രിയൻസ് കിട്ടില്ല. ന്യൂട്രിയൻസ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റില്ല. ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഫുഡില്ല എന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് സർവൈവ് ആവില്ല, അല്ലേ? സോ എല്ലാ ഇൻഡിവിജ്വലും ഇന്നൊരു ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ കഴിയുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്. ആൻഡ് ദെൻ ഹൗ വിൽ ദ പ്ലാന്റ് മാനേജ് പോളിനേഷൻ വിത്തൗട്ട് ആൻ അനിമൽ ഏജന്റ്? സി, അത് മാത്രമല്ലല്ലോ, ഇവിടെ ഫ്ലവർ ഉണ്ട്, അല്ലെ? ഇവിടെ ഫ്ലവർ ഉണ്ട്. ഈ ഫ്ലവറിൽ പോളിനേഷൻ ചെയ്യണം, അല്ലെ? പോളിനേഷൻ ചെയ്താൽ മാത്രമേ അവിടെ സെക്ഷുവൽ റിപ്രൊഡക്ഷൻ നടക്കുള്ളൂ. അതായത് ഒരു ബേർഡ് ആവട്ടെ, ഇൻസെക്റ്റോ, അങ്ങനെ എന്തെങ്കിലും ഒരാൾ വന്നിട്ട്, അല്ലെ, ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം? പോളിനേഷൻ ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ? ഇവിടെ ഒരു ന്യൂ ഇൻഡിവിജ്വൽ സീഡ് ഫോം ആയിട്ട് ആ സീഡ് ന്യൂ ഇൻഡിവിജ്വൽ ആയിട്ട് ഡെവലപ്പ് ആവുന്നുള്ളത്. റൈറ്റ്? ശരിയല്ലേ? അപ്പോൾ എല്ലാത്തിനും വേറെ ഒരു ഓർഗാനിസമിന്റെ ഹെൽപ്പ് വേണം, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നിനൊന്ന് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, എത്ര കടുംപിടുത്തം നിൽക്കുന്ന ആളാണെങ്കിലും വേറെ ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത് എബയോട്ടിക് കോമ്പനന്റിനെ ആവാം, അല്ലെങ്കിൽ ബയോട്ടിക് കോമ്പനന്റിനെ ആവാം. യെസ്.
Okay, interspecific interaction arises from interaction of population of two different species. They could be beneficial, detrimental or neutral. So രണ്ട് സ്പീഷീസ് തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ അത് ബെനിഫിഷ്യൽ ആവാം, ഓക്കെ, അല്ലെങ്കിൽ ഡെട്രിമെന്റൽ അതായത് ഹാംഫുൾ ആവാം, അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഈക്വലി എന്താ ഒരു കോമ്പറ്റീഷൻ ഒന്നും ഇല്ലാതെ ഈക്വലി എനിക്ക് നീ ഇത് താ, നിനക്ക് ഞാൻ അത് തരാന്ന് പറഞ്ഞിട്ട് ഒരു കോർഡിനേഷനിൽ പോകുന്ന ഒരാൾക്കാരും ആവാം. ഓക്കെ, അതിന് നമ്മൾ ബെനിഫിഷ്യൽ ആണെങ്കിൽ പ്ലസ് എന്ന് പറയുന്ന ഒരു സൈന് വെച്ചിട്ട്, ഡെട്രിമെന്റൽ ആണെങ്കിൽ മൈനസ് എന്ന് പറയുന്ന ഒരു സൈൻ വെച്ചിട്ട്, ന്യൂട്രൽ ആണെങ്കിൽ 0 എന്ന് പറയുന്ന ഒരു സൈൻ വെച്ചിട്ട് നമുക്കിതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സി ഇതാണ് പോപ്പുലേഷൻ ഇന്ററാക്ഷൻ. ഈ പോപ്പുലേഷൻ ഇന്ററാക്ഷൻ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 അല്ലെ. സി മ്യൂച്വലിസം എന്ന് പറയുമ്പോൾ രണ്ട് ഇൻഡിവിജ്വലിനും ബെനിഫിഷ്യൽ ആണ്. ഓക്കെ, സോ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ രണ്ട് പേർക്കും എന്താണ്? ഡെട്രിമെന്റൽ ആണ്, ഹാംഫുൾ ആണ്. ഓക്കെ, ഒരേ റിസോഴ്സസിന് വേണ്ടിയിട്ട് രണ്ടുപേരും കോമ്പീറ്റ് ചെയ്യുക. ഒരു പ്ലേറ്റ് ഫുഡ് ഉണ്ട്, രണ്ടുപേരും തട്ടി പറിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ രണ്ടുപേർക്കും കിട്ടാതെ പോകാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. സോ അതാണ് കോമ്പറ്റീഷൻ. അടുത്തത് പ്രിഡേഷൻ ആണ്. പ്രിഡേഷനിൽ ഒരാൾക്ക് ഡെട്രിമെന്റലും ഒരാൾക്ക് ബെനിഫിഷ്യലും ആണ്. അതായത് ഇപ്പോൾ മാനും പുലിയും അല്ലെ, അതൊരു എന്താ വേട്ടയാടുന്ന മൃഗം അല്ലെ, വേട്ടയാടുന്ന മൃഗത്തിന് ബെനിഫിഷ്യൽ ആണ്, അതിന് ഫുഡ് കിട്ടുന്നുണ്ട്. വേട്ടയാടപ്പെട്ട മൃഗം എന്താണ്? ഡെട്രിമെന്റൽ ആണ്, അത് ചത്തുപോവുകയാണ് അല്ലെ, അതിന് ഒരു ബെനിഫിഷ്യലും കിട്ടുന്നില്ല. അതാണ് പ്രിഡേഷൻ. അടുത്തത് പാരാസൈറ്റിസം. പാരാസൈറ്റിസം ഒരാൾക്ക് ബെനിഫിഷ്യലും ഇന്നൊരാൾക്ക് ഡെട്രിമെന്റലുമാണ്. ഓക്കെ, സി ഫോർ എക്സാമ്പിൾ നമുക്ക് കൊതുകിനെ എടുക്കാം. കൊതുക് പാരാസൈറ്റ് ആണ്, നമ്മുടെ ബോഡീന്റെ മുകളിൽ വന്നിട്ട് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്തിട്ട് അത് പോകുന്ന ആളാണ്. സോ നമുക്ക് അത് എന്ത് ചെയ്യാം? വേറെ വേറെ ഡിസീസിനെ കോസ് ചെയ്യാൻ പറ്റും അല്ലെ, വേറെ വേറെ ഡിസീസ് നമുക്ക് ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ കൊതുക് നോക്കുകയാണെങ്കിലോ കൊതുകിന് നല്ല ബെനിഫിഷ്യൽ ആണ്, അതിന് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നുണ്ട് അല്ലെ. സോ അത് പാരാസൈറ്റിസം. കമൻസലിസം. കമൻസലിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ബെനിഫിഷ്യലും ഇന്നൊരാൾക്ക് ബെനിഫിഷ്യലും ഇല്ല, അങ്ങോട്ട് ഹാംഫുള്ളും ഇല്ല. ഓക്കെ, സോ അതിന് നമ്മൾ കമൻസലിസം എന്ന് പറയും. അമൻസലിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റും ഇന്നൊരാൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ഓക്കെ, നമുക്ക് ഇതെല്ലാത്തിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ അമൻസലിസം തന്നെ നോക്കാം. അമൻസലിസമിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ പഠിക്കാം. ഓക്കെ, അമൻസലിസം. സോ നിങ്ങൾ എല്ലാവരും കേട്ട് കാണും, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ പെനിസിലിൻ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. പെനിസിലിയം നൊട്ടാറ്റം എന്ന് പറയുന്ന ഒരു സ്പീഷീസിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. പെനിസിലിയം എന്ന് പറയുന്ന ഒരു ഫംഗയാണ്. ഇതെന്താണിത്? ഇതൊരു ഫംഗയാണ്. ഈ ഫംഗയ്ക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇതൊരു കെമിക്കലിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ കെമിക്കലിന്റെ പേരാണ് പെനിസിലിൻ. ഓക്കെ, പെനിസിലിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലിനെ അത് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ രണ്ടാമത്തെ വേൾഡ് വാറിന്റെ സമയത്തിൽ അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ചതാണ് ഈ ഒരു മെത്തഡ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഒരു എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പെട്രി പ്ലേറ്റിലോ ഒരു പെട്രി ഡിഷില് അവര് സ്റ്റെഫൈലോകോക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, ഓക്കെ, ഒരു ബാക്ടീരിയനെ അവര് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബാക്ടീരിയയില് ഒരു ഭാഗത്ത് മാത്രം അത് വളരുന്നില്ല, ബാക്കിയുള്ള എല്ലാ റീജിയനിലും അത് വളരുന്നുണ്ട്, ഈ സൈഡിൽ മാത്രം വളരുന്നില്ല. എന്തുകൊണ്ട് ഈ ഭാഗത്തിൽ മാത്രം വളരുന്നില്ല എന്ന് അവർ നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു റീജിയനിൽ, ഈ ഒരു പർട്ടിക്കുലർ റീജിയനിൽ പെനിസിലിയം ഉണ്ടായിരുന്നു. ഓക്കെ, പെനിസിലിയം ഉണ്ടായിരുന്നു. ഈ പെനിസിലിയം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കെമിക്കൽ, അതായത് പെനിസിലിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ കെമിക്കൽ ഉള്ളിടത്ത ആ റീജിയനിൽ, കെമിക്കൽ ഉണ്ടായിരുന്ന ആ റീജിയനിൽ ഈ ബാക്ടീരിയക്ക് വളരാൻ പറ്റുന്നില്ല. ആ ബാക്ടീരിയനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്, ആ ബാക്ടീരിയന്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. സോ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അമൻസലിസം. അതായത് ഒരു സ്പീഷീസിന്റെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് വൺ സ്പീഷീസ് റിട്ടാർഡഡ് ദി ഗ്രോത്ത് ഓഫ് ദി അതർ സ്പീഷീസ്, വേറൊരു സ്പീഷീസിന്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അമൻസലിസം എന്ന് വിളിക്കും. ക്ലിയർ ആയോ മക്കളെ? യെസ്, സോ ദാറ്റ് ഈസ് അമൻസലിസം. ഓക്കെ, സോ നെക്സ്റ്റ്, ബോത്ത് സ്പീഷീസ് ബെനിഫിറ്റ് ഇൻ മ്യൂച്വലിസം. ഇത് നമ്മൾ നേരത്തെ നോക്കിയതാണ്, എല്ലാത്തിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. എന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നിനെ പറ്റി പഠിക്കാൻ പോവാം. സോ ഫസ്റ്റ് വൺ, പ്രിഡേഷൻ.
what would happen to all the energy fixed by autotrophic organism if the community has no animal to eat the plants? പ്ലാന്റ്സിനെ ഒന്നും തിന്നാൻ പറ്റാത്ത ഒരു ഓർഗാനിസം ആണ് നമ്മുടെ എന്താ എക്കോസിസ്റ്റമിലുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പർട്ടിക്കുലർ ഏർത്തിലുള്ളത് എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യാം. പോപ്പുലേഷൻ എന്താ സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സി, സൺലൈറ്റിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, അല്ലെ, സൺലൈറ്റിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആ എനർജിനെ എന്താ ക്യാപ്ചർ ചെയ്തിട്ട് ഫോട്ടോസിന്തസിസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡിനെ പ്രിപ്പയർ ചെയ്തിട്ട് പ്ലാന്റിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്, അല്ലെ, പ്ലാന്റിൽ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ പ്ലാന്റിനെ വേറെ ഏതെങ്കിലും അനിമൽ ഭക്ഷിച്ചാൽ മാത്രമേ ആ എനർജി വേറൊരു അനിമലിലേക്ക് പാസ് ആവുന്നുള്ളൂ, അല്ലെ, ഒരു ട്രോഫിക് ലെവലിൽ നിന്നും ഇനിയൊരു ട്രോഫിക് ലെവലിലേക്ക് അത് പാസ് ആവുന്നുള്ളൂ. ഇവിടെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്ലാന്റിനെ കഴിക്കാൻ പറ്റുന്ന, ആ ഒരു പ്ലാന്റിനെ ഭക്ഷിക്കാൻ പറ്റുന്ന ഒരു അനിമൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിച്ചേനെ? എനർജി ട്രാൻസ്ഫർ ആവുമായിരുന്നോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പറഞ്ഞേ. എനർജി ട്രാൻസ്ഫർ ആകുമോ? ബാക്കിയുള്ള അനിമൽസിനൊക്കെ എനർജി കിട്ടുവോ? ഇല്ല. ബാക്കിയുള്ള ഏതെങ്കിലും ഇൻഡിവിജ്വൽ ജീവിക്കുമായിരുന്നോ? ഇല്ല. മനസ്സിലായോ? യെസ്, ഓക്കെ. സോ you can think of predation as nature's way of transferring to higher trophic level of energy fixed by plants. So plants fix ചെയ്ത എനർജി ഒരു ട്രാഫിക് ലെവലിൽ നിന്നും ഇങ്ങനൊരു ട്രാഫിക് ലെവലിലേക്ക് പാസ് ആവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിഡേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വളരെ എസെൻഷ്യൽ ആണ്. ഇപ്പൊ നമ്മളായാൽ പോലും നമ്മൾ പ്രിഡേറ്റേഴ്സ് ആണ്, അല്ലെ. സോ നമ്മൾ പ്ലാന്റ്സിലെ എന്താ ഗ്രെയിൻസ് ആവട്ടെ, അല്ലെങ്കിൽ ഹോൾ പ്ലാന്റിനെയാണ് നമ്മൾ പറിച്ച് ഫുഡായിട്ട് കഴിക്കുന്നുള്ളത്, അല്ലെ. സോ പ്ലാന്റിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്ലാന്റിന്റെ പ്രിഡേറ്റർ ആണ്, പ്ലാന്റ് പ്രേ ആണ്, അല്ലെ. അപ്പൊ പ്ലാന്റ് ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ എനർജി നമ്മുടെ ബോഡിയിലേക്ക് എത്തുകയാണ്. സീ, നമ്മൾ അടുത്ത ലെവൽ, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു അനിമൽ വേട്ടയാടുകയാണെങ്കിൽ ആ അനിമലിന് നമ്മുടെ എനർജി കിട്ടും. ഓക്കെ, നമ്മൾ പ്ലാന്റിൽ നിന്ന് ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ എനർജി എന്തിലേക്ക് കിട്ടും? അടുത്ത ട്രോഫിക് ലെവലിലേക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾ ഫുഡ് ചെയിൻ, ഫുഡ് വെബ് പഠിച്ചിട്ടില്ലേ? സെയിം തിങ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ പ്രേയും പ്രിഡേറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ലിവിങ് സിസ്റ്റമിൽ ഈ എനർജി ഒരു ട്രോഫിക് ലെവലിൽ നിന്നും ഇനിയൊരു ട്രോഫിക് ലെവലിലേക്ക് പോവണം, പാസ് ആവണം എന്നുണ്ടെങ്കിൽ പ്രിഡേഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസം വളരെ എസെൻഷ്യൽ ആണ്. ഓക്കെ, സി, ടൈഗർ ആൻഡ് ഡീർ, അത് ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ്, അല്ലെ. സോ അതുപോലെ തന്നെ സ്പാരോ ഈറ്റിംഗ് സീഡ്, അല്ലെ. സ്പാരോ എന്ന് പറയുന്ന ഒരു കിളി സീഡിനെ തിന്നുകയാണ്, അതും പ്രിഡേറ്റർ ആണ്. സ്പാരോ പ്രിഡേറ്റർ ആണ്. Although animals eating plants are categorized separately as herbivores, herbivores-ഉം പ്രിഡേറ്റർ ആണ്. ആരുടെ പ്രിഡേറ്റർ ആണ്? പ്ലാന്റ്സിന്റെ പ്രിഡേറ്റർ ആണ്. Okay, they are in a broad ecological context not every different from predators തന്നെയാണ് അവരിനെ. ഈവൻ ദോ നമ്മൾ ഹെർബിവോർസ് എന്ന് പറയുകയാണെങ്കിൽ അവരും പ്രിഡേറ്റർ തന്നെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, beside acting as conduit for energy transfer across a trophic level, predator play other important role. വെറും ഒരു എനർജി ലെവലിൽ നിന്നും ഇനിയൊരു എനർജി ലെവലിലേക്ക് ഈ ഒരു ഫുഡിനെ പാസ് ചെയ്യുക എന്ന് മാത്രമല്ല ഈ ഒരു പ്രിഡേറ്റർ ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ പ്രിഡേഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസം ചെയ്യുന്നുള്ളത്. വേറെയും കുറെ ഹെൽപ്ഫുൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദേ keep prey population under control. Okay, so prey population കൺട്രോൾ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഓർഗാനിസമിന്റെ പോപ്പുലേഷൻ മാത്രം ഇങ്ങനെ കൂടിക്കൊണ്ട് പോകാന്ന് നിങ്ങൾ വിചാരിച്ചോ? ഓക്കെ, ഒരു പോപ്പുലേഷന്റെ മാത്രം ഇങ്ങനെ കൂടി പോകുന്നുണ്ട്. എന്നാ അതിന്റെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, അല്ലേ? ശരിയല്ലേ? അത് മാത്രം ഇങ്ങനെ കൂടിക്കൊണ്ട് പോവുകയാണെങ്കിൽ ബാക്കിയുള്ള, അതായത് സീ ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഒരുപാട് ഗ്രാസസ് ഉണ്ട്. ഈ ഗ്രാസസിനെ തിന്നാൻ വേണ്ടിയിട്ട് ഗ്രാസ് ഹോപ്പർ ഉണ്ട്. ഓക്കെ, ഗ്രാസ് ഹോപ്പറിന് തിന്നുന്ന ഫ്രോഗ് ഇവിടെ ഇല്ല. ഓക്കെ, ഗ്രാസ് ഹോപ്പറിന് തിന്നുന്ന ഫ്രോഗ് ഇല്ലാത്തത് കൊണ്ട് ഈ ഗ്രാസ് ഹോപ്പറിന്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലായപ്പോ എന്താ സംഭവിച്ചത്?
എന്താ സംഭവിച്ചത്? എല്ലാ ഗ്രാസ് ഹോപ്പറും ഈ ഗ്രാസിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ഗ്രാസിന്റെ പോപ്പുലേഷൻ ഡിക്രീസ് ആയി, ഫൈനലി ഇത് ഇല്ലാണ്ടായി. ഓക്കെ, ഇത് ഇല്ലാണ്ടായപ്പോ എന്താ സംഭവിച്ചത്? ഈവൻച്വലി ഇതിന് ഫുഡ് ഇല്ലാതാകും. ഇത് ഫുഡ് ഇല്ലാതാകുമ്പോ ഇതും ചത്തുപോകും. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഒരു മരുഭൂമി ആവാനുള്ള ചാൻസസും ഉണ്ട് അല്ലെ? സോ അങ്ങനെ ആവാതിരിക്കാനും നമ്മുടെ ഈ പ്രിഡേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? So when certain exotic species are introduced into a geographical area, they become invasive and start spreading fast because the invaded land does not have its natural predator. അതായത് ഫസ്റ്റ് പ്രിക്ലി പിയർ കാറ്റ്കസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസിനെ ഓസ്ട്രേലിയയില് 1920s കൊണ്ടുവന്നിട്ട് നട്ടുകൊടുത്തു. ഓക്കെ, നട്ടുകൊടുത്തപ്പോൾ ഇതിന് പ്രിഡേറ്റർ ഇല്ലാത്ത കാരണം എനോർമസ് നമ്പർ, എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും ഈ കാറ്റ്കസ് മാത്രമേ കാണുള്ളൂ എന്ന് പറയുന്നത് പോലെ അത്രയും പോപ്പുലേഷൻ ഇൻക്രീസ് ആയി. അങ്ങനെ ഇൻക്രീസ് ആയപ്പോൾ ബാക്കിയുള്ള സ്പീഷീസ് ഒക്കെ കുറഞ്ഞും തുടങ്ങി. സോ ഇതിനെ ഒരു കൺട്രോളിൽ വെക്കണം, ഇത് കൺട്രോളിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒരു ഈ കാറ്റ്കസിനെ തിന്നുന്ന ഒരു ബീറ്റലിന് അല്ലെങ്കിൽ ഒരു ഇൻസെക്റ്റിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ഒരു പോപ്പുലേഷൻ കൺട്രോളിലേക്ക് വന്നത്. ഓക്കെ, സോ ഒരു പുതിയ സ്പീഷീസ് കൊണ്ടുവന്നിടുമ്പോൾ അതിന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രിഡേറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ അത് എനോർമസ്ലി വളരും. ഓക്കെ, അതിനെ കില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോപ്പുലേഷനെ കൺട്രോളിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഒരു പ്രിഡേറ്ററും കൂടെ അവിടെ ഉണ്ടാവണം. എന്നാൽ മാത്രമേ അതിൻ്റെ പോപ്പുലേഷൻ അണ്ടർ കൺട്രോൾ ആയിരിക്കുകയുള്ളൂ. ഓക്കെ, yes, biological control method adopted in agricultural pest control are based on the ability of the predator to regulate prey population. അതായത് അഗ്രികൾച്ചറിലും ഈ ഒരു മെത്തഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇൻസെക്റ്റ് ഒക്കെ വളരെ കൂടുതലാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഫീൽഡിലേക്ക് ആ ഒരു ഇൻസെക്റ്റിനെ തിന്നുന്ന വേറെ ഏതെങ്കിലും ഒരു പ്രിഡേറ്ററിനും കൂടെ നമ്മൾ അവിടെ ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, അവിടെ നമ്മൾ ഇട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രിഡേറ്ററിനൊക്കെ അത് തിന്നും. സോ ദാറ്റ് എന്താവില്ല, എന്ത് സംഭവിക്കില്ല? പ്രേന്റെ പോപ്പുലേഷനും കൺട്രോൾ ആയിരിക്കും, പ്രിഡേറ്ററിന്റെ പോപ്പുലേഷനും കൺട്രോൾ ആയിരിക്കും. ഓൾമോസ്റ്റ് എവറിത്തിങ് വിൽ ബി നോർമൽ. Okay, predator also helps in maintaining species diversity in community by reducing its intensity of competition among competing prey species. So in the rocky intertidal communities of American Pacific coast of starfish, pisaster is ഇമ്പോർട്ടൻറ്റ് പ്രിഡേറ്റർ. ഓക്കെ, സോ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അമേരിക്കൻ സ്പെസിഫിക് കോസ്റ്റിൽ സ്റ്റാർഫിഷ്, അതായത് പിസാസ്റ്റർ എന്ന് പറഞ്ഞൊരു സ്റ്റാർഫിഷ് ഉണ്ട്. ഇൻ എ ഫീൽഡ് ഓഫ് എക്സ്പെരിമെന്റ് എല്ലാ സ്റ്റാർഫിഷിനും അവർ റിമൂവ് ചെയ്തപ്പോൾ അവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോർ ദാൻ 10 സ്പീഷീസ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ് ബിക്കം എക്സ്റ്റെൻറ്റ് within a year because of interspecific competition. Interspecific അതായത് ഈ ഒരു സ്റ്റാർഫിഷ് ഇവിടെ ഉണ്ട്. ഈ സ്റ്റാർഫിഷ് ഉള്ള കാരണം എന്തായി? ഈ ഇൻവെർട്ടിബ്രേറ്റിനൊക്കെ ഇത് തിന്നുമ്പോൾ ഇതിന്റെ കോമ്പറ്റീഷൻ ഇപ്പൊ 3 മാത്രമായി, 2 ഇതിനെ തിന്നു, 3 മാത്രമായി. ഈ 3 സഫീഷ്യന്റ് ആയിട്ടുള്ള ഫുഡ് ഇവിടെ ഉണ്ടായിരുന്നു. ആ ഫുഡിനെ കഴിച്ചിട്ട് ഇത് ജീവിക്കുമായിരുന്നു. പക്ഷെ ഈ സ്റ്റാർഫിഷ് ഇല്ല. ഈ സ്റ്റാർഫിഷിനെ നമ്മൾ കൊന്നു അല്ലെങ്കിൽ റിമൂവ് ചെയ്തു അവിടുന്ന്. അപ്പൊ ഇവിടെ എന്തായി? ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ കൂടിയപ്പോ എന്താ സംഭവിച്ചേ? ഇവർ രണ്ടുപേരും അടിയിട്ട് എന്ത് സംഭവിച്ചു? ഇവിടെ ഈ ഒരു സ്പീഷീസേ ഇല്ലാണ്ടായി. ക്ലിയർ ആയോ? ഇമ്പോർട്ടൻസ് ഓഫ് പ്രിഡേറ്റർ നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്, ഓക്കെ. സോ ഇഫ് എ പ്രിഡേറ്റർ ഈസ് ടു എഫിഷ്യന്റ് ആൻഡ് ഓവർ എക്സ്പ്ലോയിറ്റ്സ് ഇറ്റ്സ് പ്രേ, then the prey might become extinct and following it. The predator will also become extinct for lack of food. This is the reason why predator is in nature are prudent. അതായത് ഫോർ എക്സാമ്പിൾ ഈ ഒരു സ്റ്റാർഫിഷ് ഇവിടെയുള്ള 5 എണ്ണത്തിനും തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് പിന്നെ രണ്ടാമത് വന്ന് ഫുഡ് കഴിക്കണമെന്ന് ഇത് നോക്കുമ്പോൾ ഇവിടെ ഫുഡ് ഇല്ലാതായി പോകും. അപ്പൊ ഇതെന്താണ് ചെയ്യുന്നത്? ആദ്യത്തെ പ്രാവശ്യം 1-2 എണ്ണത്തിനെയോ തിന്നും. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പ്രേ പിന്നെയും എന്ത് ചെയ്യും? അതിന്റെ കുട്ടികളെയും ഒക്കെ ഉണ്ടാക്കില്ലേ? അപ്പോൾ 1-2 എണ്ണത്തിനെയോ എടുത്ത് തിന്നാം അല്ലെ? സോ അങ്ങനെ പ്രേയുടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്ത് വെക്കാനും അതിന്റെ ഒരു ഫുഡിന്റെ നെസസിറ്റീനെ കണ്ടിന്യൂ, അതായത്
എല്ലാ സമയത്തും അതിന് ഫുഡ് കിട്ടണം എന്നുള്ളത് പോലെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും അത് ചെയ്യുന്നുണ്ട്, പ്രിഡേറ്റർ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രൂഡന്റ്. ഓക്കെ, സോ prey species have evolved various defenses to lessen the impact of predation. ഓക്കെ, സോ പ്രിഡേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേ ഒരുപാട് മെക്കാനിസമിനെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. സം സ്പീഷീസ് ഓഫ് ഇൻസെക്ട്സ് ആൻഡ് ഫ്രോഗ് ആർ ക്രിപ്റ്റിക്കലി colored. So അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് camouflage. Okay, camouflage. So to avoid being detected easily by predator ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രോഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രോഗ് ഏത് റീജനിലാണോ ഇരിക്കുന്നത് ആ റീജന്റെ കളറുമായിട്ട് മാച്ച് ചെയ്തിട്ട് അതിന്റെ സ്കിന്നും വെക്കുന്നുണ്ട്. അങ്ങനെ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, കോമഫ്ലേജ്. ഇപ്പോൾ പ്ലാന്റ്സിന്റെ, അതായത് ഗ്രാസ് ലാൻഡിൽ ഇരിക്കുന്ന ഒരു ഫ്രോഗ് ആണെങ്കിൽ ഗ്രീൻ കളറിൽ, റോക്കിന്റെ ഇടയിലൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ ലൈറ്റ് ബ്രൗണിഷ് കളറിൽ, ഇങ്ങനെയാണ് ഫ്രോഗ് ഉള്ളത്. സോ ദാറ്റ് ഈസി ആയിട്ട് പ്രിഡേറ്ററിന് ഇവിടെയാണ് ആ ഫ്രോഗ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാതിരിക്കാൻ. ഓക്കെ, സോ അതിനെ നമ്മൾ camouflage എന്ന് വിളിക്കും. ആൻഡ് സം ആർ പോയ്സണസ് ആൻഡ് therefore അവോയ്ഡ് ബൈ ദി പ്രിഡേറ്റർ. ചിലതൊക്കെ പോയ്സണസ് ആണ്, പോയ്സണസ് ആയതുകൊണ്ട് തന്നെ അതിനെ തിന്നിട്ടുണ്ടെങ്കിൽ എന്താവും, ആ ഒരു സ്പീഷീസ് പ്രിഡേറ്റർ ചത്തുപോകും, അതുകൊണ്ട് അത് തിന്നാതിരിക്കും. സി ഫോർ എക്സാമ്പിൾ മൊണാർക്ക് ബട്ടർഫ്ലൈ ഭയങ്കര ഡിസ്റ്റേസ്റ്റ്ഫുൾ ആണ്. സോ ടേസ്റ്റേ ഇല്ല, ഭയങ്കര ഡിസ്റ്റേസ്റ്റ്ഫുൾ ആണ്. സോ എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബോഡിയിൽ ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ കെമിക്കൽ എങ്ങനെയാണ് കിട്ടുന്നത്, അത് കാറ്റർപില്ലർ ആയിരിക്കുമ്പോൾ ഏതോ ഒരു പ്ലാന്റിനെ തിന്നുണ്ട്, ആ പ്ലാന്റിൽ ഉണ്ടായിരുന്ന ആ കെമിക്കലിനെ ഇതിന്റെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൊണാർക്ക് ബട്ടർഫ്ലൈനെ ഏതെങ്കിലും ഒരു പ്രിഡേറ്റർ തിന്നുകയാണെങ്കിൽ അതിന് ഭയങ്കര ഡിസ്റ്റേസ്റ്റ്ഫുൾ ആയിരിക്കും, അതിന് ഒരുമാതിരി പോയ്സൺ പോലെ ഫീൽ ആകും, അതുകൊണ്ട് അത് തിന്നാതിരിക്കും. ഓക്കെ, സോ അതുപോലെ തന്നെ പ്ലാന്റ്സിലും ഒരുപാട് മെക്കാനിസം ഉണ്ട്. നിയർലി 25% ഓഫ് ദി ഇൻസെക്ട് ആർ നോൺ ആസ് ഫൈറ്റോഫേഗസ്, അതായത് പ്ലാന്റിനെ തിന്നുന്ന ഒരു ഓർഗാനിസംസ് ആണ് ഇൻസെക്ട് എന്ന് പറയുന്നത്. 25%. ബാക്കിയുള്ളതൊക്കെ ആനിമൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഇൻസെക്ട്സ് ആണ്. ഓക്കെ, സോ ദ പ്രോബ്ലം ഈസ് particularly serve for the plant because unlike animals they cannot run away from the predator. അല്ലേ, പ്രിഡേറ്ററോ ആയിട്ട് ഇപ്പൊ പ്രിഡേറ്റർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യും, ഒരു പുലി വരുന്നുണ്ട്, ഒരു സിംഹം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കരടി വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു ഒറ്റ ഓട്ടം വെച്ചെടുക്കും, അല്ലെ, ശരിയല്ലേ? സോ അങ്ങനെ ഒരു അതിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ള എന്തെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കും. പക്ഷേ പ്ലാന്റ്സിന് ചെയ്യാൻ പറ്റുമോ? പ്ലാന്റ്സ് സ്റ്റാഗ്നേറ്റ് അല്ലേ, ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനൊരു സ്ഥലത്തേക്ക് പോകുമോ? അത് പോവില്ല, അവിടെ തന്നെ നിൽക്കും, അല്ലെ. അതുകൊണ്ട് എന്താ സംഭവിക്കുക, ആ പ്ലാന്റിനെ ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്ത് കഴിക്കാൻ പറ്റും. സോ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് മോർഫോളജിക്കലും അതുപോലെ തന്നെ കെമിക്കൽ ഡിഫൻസസിനും എടുക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സി ടോൺസ് ഇൻ അക്കേഷ്യ കാറ്റ്കസും. ഓക്കെ, അക്കേഷ്യ എന്ന് പറയുന്ന പ്ലാന്റിലും കാറ്റ്കസിലും ഇതിലെല്ലാത്തിനും തോൺസ് ഉണ്ട്, മുള്ളുണ്ട്. ആ മുള്ളുള്ളത് കൊണ്ട് പെട്ടെന്നല്ല ആനിമൽസ്, ഹെർബിവോർസ് ഒക്കെ വന്നിട്ട് കടിച്ച് മുറിച്ച് തിന്നാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആർ മോസ്റ്റ് കോമൺ മോർഫോളജിക്കൽ മീൻസ് ഓഫ് ഡിഫെൻസ്. മെനി പ്ലാന്റ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് സ്റ്റോർസ് കെമിക്കൽ ദാറ്റ് ക്യാൻ herbivores sick when they are eaten. Okay, so ചില പ്ലാന്റ്സ് ഒക്കെ ചില കെമിക്കലിനെ പ്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നുണ്ട്, അത് തിന്നുമ്പോഴേക്കും അതിന് മയക്കം വരുന്നത് പോലെയും അതിന് നടക്കാൻ വയ്യാത്തത് പോലെയൊക്കെ സംഭവിക്കും, അതുകൊണ്ട് അത് തിന്നാതിരിക്കും. ഓക്കെ, സോ ഇൻഹിബിറ്റ് ഫീഡിങ് ആൻഡ് ഡൈജഷൻ, ഡിസ്ട്രക്ട് ഇറ്റ്സ് റിപ്രൊഡക്ഷൻ, സോ ആൻഡ് ഈവൻ കിൽ ഇറ്റ്. സോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണമുള്ളത് കൊണ്ട് അതിനെ തിന്നാതിരിക്കാനുള്ള വഴിയും കൂടെ ആ ഒരു പ്രിഡേറ്റർ നോക്കുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ കാലോട്രോപ്പിസ് ആരും ഇല്ലാത്ത സ്ഥലത്തിലാണ് കൂടുതലും വളരുന്നത്. ആ പ്ലാന്റ് ഹൈലി പോയ്സണസ് ആയിട്ടുള്ള കാർഡിയാക്ക് ഗ്ലൈക്കോസൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ആനിമൽസും അത് തിന്നില്ല. ഓക്കെ, അതിനെ തിന്നില്ല. A wide variety of chemical substances that we can extract from plants on a chemical scale. For example, nicotine, caffeine, quinine, strychnine, ഓപ്പിയം എക്സെട്ര, ഇതെല്ലാം പ്ലാന്റിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു കെമിക്കൽസ് ആണ്. ഈ കെമിക്കൽസ് ഒക്കെ എന്ത് ചെയ്യും, ഏതെങ്കിലും ഹെർബിവോർസ് വന്നിട്ട് ആ പ്ലാന്റിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ അതിന് ഒരുമാതിരി ഒരു പോയ്സണസ് എഫക്റ്റ് കൊടുക്കാൻ ഇത് സഹായിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ പ്ലാന്റിനെ കഴിക്കാതിരിക്കും. യെസ്, ഓക്കെ. അടുത്തത് കോമ്പറ്റീഷൻ ആണ്. ഓക്കെ, competition. When Darwin spoke of struggle for existence and survival of the fittest in nature,
He was convinced that interspecific competition, അവർ പറഞ്ഞത് എന്താണ്? Interspecific competitionനെ പറ്റിയിട്ടാണ്. In a potent force in organic evolution, it is generally believed that competition occur even closely related species compete for the same resources that are limited. Because of, but this is not entirely true. Firstly, totally unrelated species could also compete for the same resources. See, ഫസ്റ്റ് നമ്മുടെ ഡാർവിൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർസ്പെസിഫിക് അതായത് ഒരു സ്പീസീസിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓക്കെ, ക്ലോസ്ലി റിലേറ്റഡ് മാത്രമല്ല, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഓർഗാനിസമും ഒരേ ഫുഡിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള ക്ലോസ്ലി റിലേറ്റഡ് മാത്രമല്ല, ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെൻറ്റ് അൺറിലേറ്റഡ് സ്പീഷീസും കൂടെ ഒരേ റിസോഴ്സസിനെ കോമ്പീറ്റ് ചെയ്യും. ഫോർ ഇൻസ്റ്റൻസ്, സം ഷാലോ സ്ലോത്ത് അമേരിക്കൻ ലേക്കിൽ ഫ്ലമിംഗോസും അതുപോലെ തന്നെ ഫിഷസും ഫ്ലമിംഗോ എന്ന് പറയുന്നത് ബേർഡാണ്, ഫിഷസ് എന്ന് പറയുന്നത് പൈസസ് ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇത് രണ്ടും ഡിഫറെൻറ്റ് അൺറിലേറ്റഡ് സ്പീഷീസ് ആണ്. ഇത് രണ്ടും കോമ്പീറ്റ് ചെയ്യുന്നത് സൂ പ്ലാങ്ക്ടോൺസ്, ലേക്കിലുള്ള സൂ പ്ലാങ്ക്ടോൺസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ പിന്നെ കോമ്പറ്റീഷൻ ഇന്റർസ്പെസിഫിക് എന്ന് മാത്രം പറയാൻ പറ്റുമോ? അല്ല. ഓക്കെ, യെസ്, resources need not be limited for competition to occur. Resources ഒരു റിസോഴ്സസ് കുറവുണ്ടെങ്കിൽ മാത്രമേ അവിടെ കോമ്പറ്റീഷൻ നടക്കൂ നമുക്ക് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, the feeding efficiency of one species might be reduced due to the interfering of inhibiting the presence of other species. വേറെ ഏതോ ഒരു സ്പീഷീസ് വരുന്നുണ്ട്, അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയൊരു സ്പീഷീസ് ഫുഡ് കഴിക്കാതിരിക്കാനും ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമുക്ക് ഏത് പറയാം? Therefore, competition is best defined as the process in which the fitness of one species is significantly lower in the presence of the other species. See, ഇവിടെ കണ്ടില്ലേ, it is relatively easy to demonstrate in laboratory experiment as Gauss and other experimental ecologists did. When resources are limited, the competitively superior species will eventually eliminate the other species, but evident for each competition exclusion occurring in a nature is not always exclusive. See, for example, നമുക്കിവിടെ നോക്കാം, എക്സാമ്പിൾ ത്രൂ പഠിക്കാം, എന്നാലേ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. See, അബിങ്ടൺ ടോർട്ടോയ്സ് എന്ന് പറയുന്നത് ഗാലപ്പോഗസ് ഐലാൻഡിലുള്ള ഒരു ടോർട്ടായ് ആണ്. ഓക്കെ, ആ ടോർട്ടായ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഗ്രാസിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സി, ഈ ഒരു ഐലാൻഡിലേക്ക് നമ്മൾ ഒരു ആട്ടും കുട്ടികളും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഈ ഒരു ടോർട്ടോയ്സ് ആ ഫീഡ് ചെയ്യാൻ പോകുന്നത് കുറവാക്കി. അവരുണ്ടാവും, അതായത് ആടുകളൊക്കെ ഉണ്ടാവുമ്പോൾ ഇത് ഫുഡിന് വേണ്ടിയിട്ട് പോവാതെയായി. അതായത് ആടുകൾ ഇതിന് ഫുഡ് കൊടുക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഈ ടോർട്ടോയ്സ് വരുമ്പോൾ ഇതിനെ ഓട്ടിക്കുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. എന്നാലും അവിടെ ആടുകളൊക്കെ ഉണ്ട്, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതങ്ങ് ഒഴിവായി. അങ്ങനെ ഒഴിവായി ഫൈനലി എന്തായി, അതിൻ്റെ സ്പീഷീസ് കുറഞ്ഞു തുടങ്ങി. സോ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഗോസ് എക്സ്ക്ലൂസീവ് പ്രിൻസിപ്പൽ. എന്ന് വിളിക്കും. ഓക്കെ, സോ കോമ്പറ്റേറ്റീവ് റിലീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നോക്കാം. യെസ്, അനദർ എവിഡൻസ് ഫോർ അക്കറൻസ് ഓഫ് കോമ്പറ്റീഷൻ ഇൻ ദ നേച്ചർ ബിക്കം what is called competitive release. A species whose distributed is restricted to a small geographical area because of the presence of competitively superior species is found to be expand its distributional range dramatically when the competing species is experimentally removed. അതായത് ഒരു സ്പീഷീസ്, രണ്ട് സ്പീഷീസ് ഉണ്ട് ഇവിടെ. ഈ സ്പീഷീസും ഒരേ ഫുഡിന് വേണ്ടിയിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. ഈ സ്പീഷീസ് ബീനെ ഞാൻ എക്സ്പെരിമെന്റലി റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഈ സ്പീഷീസ് എയുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ആവും. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കോമ്പറ്റേറ്റീവ് റിലീസ് എന്ന് വിളിക്കും. ഓക്കെ, യെസ്. സോ ഇതെവിടെ? Connell's elegant field experiment show that one rocky sea coast of Scotland, the larger and competitively superior Barnacle balanus. So ഇത് superior ആണ്, Barnacle balanus എന്ന് പറയുന്നത്.
സോ അത് എക്സ്പെരിമെന്റലി നമ്മൾ റിമൂവ് ചെയ്തു. അവിടെ എന്താ ഇൻഫീരിയർ ആയിട്ടുണ്ടായിരുന്നത് ആരാണ്? കെത്താമസ് എന്ന് പറയുന്ന ഒരു ബർണാക്കലാണ്. ആ കെത്താമലസ് എന്ന് പറയുന്ന ആ ഒരു ബർണാക്കലിന്റെ നമ്പർ ഇൻക്രീസ് ആയിക്കൊണ്ട് പോയി ബിക്കോസ് ഓഫ് ദി ആബ്സെൻസ് ഓഫ് ബലാനസ്, ബർണാക്കൽ ബലാനസ്. സോ ഇത് യൂഷ്വലി നമുക്ക് കാർണിവോറൽസിലൊക്കെയാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, യെസ്. Gauss competitive exclusion principle state that two closely related species competing for the same resources cannot coexist indefinitely. ഓക്കെ, രണ്ടുപേരും ഒരുമിച്ച് ഒരേ റിസോഴ്സസിന് വേണ്ടി അടികൂടുകയാണെങ്കിൽ രണ്ടുപേരും ജീവിക്കില്ല. എന്ത് പറ്റും? ആരെങ്കിലും ഒരാൾ മാത്രം ജീവിക്കും, ബാക്കിയുള്ളവർ എന്താവും അവിടെ അങ്ങ് ഇല്ലാതായി പോകും. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഗോസ് എക്സ്ക്ലൂസീവ് പ്രിൻസിപ്പൽ എന്ന് വിളിക്കും. More recent study do not support such gross generalization about competition. ഇത് ഇങ്ങനെ ജനറലൈസ് ചെയ്യേണ്ട, നമുക്ക് പുതിയ കുറേ മെത്തഡ് ഉണ്ട്, നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. While they do not rule out the occurrence of interspecific competition in nature, they point out species facing competition might evolve mechanism that promote coexistence rather than exclusion. Exclusion മാത്രമല്ല, coexistence-നും ഈ ഒരു നേച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. See, for example, റിസോഴ്സ് പാർട്ടീഷനിങ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ട്. റിസോഴ്സ് പാർട്ടീഷനിങ്ങിൽ എന്താ സംഭവിക്കുക? രണ്ട് സ്പീഷീസ് ഒരേ ഒരു റിസോഴ്സസിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, രണ്ട് സ്പീഷീസ് ഒരേ ഫുഡിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഫൊറേജിങ് പാറ്റേണും ഓക്കെ അതുപോലെ തന്നെ ടൈമും അതങ്ങ് ചെറുതായിട്ട് മാറ്റും. ഓക്കെ, സോ ഏത് സമയത്താണ് ഫുഡ് കഴിക്കേണ്ടത്, ഏത് ഫുഡാണ് കഴിക്കേണ്ടത്, അതിന് ചെറുതായിട്ട് മാറ്റും. അങ്ങനെ മാറ്റുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിപ്പോൾ രാവിലെ 10 മണിക്ക് ഈ ഒരു സ്പീഷീസ് പോയി ഫുഡിന് വേണ്ടി സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതൊരു 12 o'clock 2 മണിക്കോ അങ്ങനെയൊക്കെയാണ് ഇത് പോയിട്ട് ഫുഡിന് സെർച്ച് ചെയ്യുന്നത്. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്? ഇതുമായിട്ട് ഒരു കോമ്പറ്റീഷൻ ഇല്ല. ഇത് നോ കോമ്പറ്റീഷൻ. ഓക്കെ, ഇത് രണ്ടും തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ലാതെയാകും. മാക്കാർത്തർ ഇതൊരു എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്തു. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ഓഫ് വെർബ്ലർ എന്ന് പറയുന്ന ഒരു പക്ഷിയെ 5 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പക്ഷീനെ ഈ ഒരു എക്സ്പെരിമെന്റിനായിട്ട് അവർ ചൂസ് ചെയ്തിട്ട് നോക്കിയപ്പോൾ എല്ലാവരും കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫൊറേജിങ് ആക്ടിവിറ്റിയും അതിൻ്റെ ടൈം ഫോർ ഫൊറേജിങ് ആക്ടിവിറ്റീനെ ചെറുതായിട്ട് മാറ്റിയിട്ട് 5 സ്പീഷീസും ജീവിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? യെസ്. സോ നെക്സ്റ്റ് ഈസ് പാരാസൈറ്റിസം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പാരാസൈറ്റിസം. Considering that the parasitic mode of life ensure free ലോഡ്ജിങ് ആൻഡ് മീൽസ്. ഫ്രീ ലോഡ്ജിങ്ങിനും മീൽസിനും വേണ്ടിയിട്ടാണ് ഈ പാരാസൈറ്റിസം എന്ന് പറയുന്ന ഒരു പരിപാടിയുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിംഗ് ദാറ്റ് പാരാസൈറ്റിസം ഹാസ് ഇവോൾവ്ഡ് ഇൻ സോ മെനി ടാക്സോണമിക്കൽ ഗ്രൂപ്പ് ഫ്രം പ്ലാന്റ് ടു ഹയർ വെർട്ടിബ്രേറ്റ്. ഓക്കെ, മെനി പാരാസൈറ്റ്സ് ഹാവ് ഇവോൾവ്ഡ് ടു ബി host specific in such a way that they can parasite only in single specific host. So ഒരു പാരാസൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെർട്ടിക്കുലർ ഹോസ്റ്റിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇൻഫെക്റ്റ് ചെയ്യുന്നുള്ളൂ. എല്ലാവരും പോയിട്ടൊന്നും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇൻ കേസ് ഈ ഒരു ഹോസ്റ്റ് എന്തെങ്കിലും ഈ പാരാസൈറ്റ് വന്ന് ഇത് നമ്മളെ തിന്നുന്നുണ്ടല്ലോ, നമ്മളെ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മോഡിഫൈ ചെയ്തതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും മോഡിഫൈ ചെയ്യുന്നുണ്ട്, ഇതിന്റെ ബോഡിനെയും മോഡിഫൈ ചെയ്യുന്നുണ്ട്, പാരാസൈറ്റിന്റെ ബോഡിനെയും മോഡിഫൈ ചെയ്യുന്നുണ്ട്. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കോ എവല്യൂഷൻ. ഇതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? കോ എവല്യൂഷൻ എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ ആയോ? യെസ്. സി the host evolved special mechanism for rejecting or resisting the parasite. The parasite has to evolve mechanism to counteract and neutralize them. So in order to be successful with the same host species, adine nammal endu vilikkum co-evolution ennu vilikkum. In accordance
with a lifestyle, parasite evolve special adaptations such as loss of unnecessary sense organ, presence of എന്തൊക്കെ മെക്കാനിസം, എന്തൊക്കെ സ്പെഷ്യാലിറ്റി ആണ് ഈ ഒരു പാരാസൈറ്റിൽ ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള സെൻസ് ഓർഗൻ ഇതിന് ആവശ്യമില്ല, അത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പ്രസൻസ് ഓഫ് അഡേസീവ് ഓർഗൻ ഓർ സക്കർ, അതായത് മൗത്ത് പാർട്ട് സക്കർ പോലെ ഏതെങ്കിലും പോയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കാനുള്ള പോലെ മാറിയിട്ടുണ്ട്. ആൻഡ് ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം, റെഡിമെയ്ഡ് ഫുഡല്ല കിട്ടുന്നത്, പിന്നെ എന്തിനാ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതിനങ്ങ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഹൈ റിപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. സോ പാരാസൈറ്റ് ഹോസ്റ്റ് ഇതിന് നമ്മളെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മെത്തേഡ് കണ്ടുപിടിക്കും. അതുകൊണ്ട് നമ്മൾ ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസമിനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്യും, റിപ്രൊഡ്യൂസ് ചെയ്യും. സോ the life cycle of parasite are often complex. So usually complex ആയിരിക്കും. സോ ചിലതിനൊക്കെ ഒരു ഹോസ്റ്റ് ഉണ്ടെങ്കിലും മതി, ചിലതിന് 2-3 ഹോസ്റ്റ് ഒക്കെ വേണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മലേറിയ, ഓക്കെ, മലേറിയയ്ക്ക് 2 ഹോസ്റ്റിന്റെ ആവശ്യമുണ്ട്, ഒരു മസ്കിറ്റോയും ഇനിയൊന്ന് ഹ്യൂമൻ ബോഡിയുമാണ്. ഓക്കെ, സോ അതുപോലെ തന്നെ ട്രമാറ്റോഡ് പാരാസൈറ്റിനും ഹ്യൂമനും ലിവർ ഫ്ലൂക്കും ഇത് 2 വേണം. ഓക്കെ, സോ അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. Yes, see, majority of the parasite harm to the host. They may reduce the survival, growth and reproduction of the host. ഈ റിപ്രൊഡക്ഷൻ ഇതിനെല്ലാത്തിനും റിട്ടാർഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെല്ലാത്തിനും സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടെ ഈ പാരാസൈറ്റിനുണ്ട്. ആൻഡ് reduces its population density. They might render the host more vulnerable to predation to making it physically weak. Do you believe that an ideal parasite should be able to thrive within the host without harming it? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു ഹോസ്റ്റ് വന്നിട്ട് പാരാസൈറ്റ് വന്നിട്ട് ഹോസ്റ്റിനെ മുകളിൽ താമസിക്കുമ്പോൾ അത് ആ ഹോസ്റ്റിനെ ഒന്നും ചെയ്യാതിരിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, അതെന്തെങ്കിലും ഹാംഫുൾനെസ് ഉണ്ടാക്കി കൊടുത്തിട്ടേ പോകുന്നുള്ളൂ. Okay, so then why didn't natural selection lead to the evolution of such totally harmless parasite? സോ പാരാസൈറ്റ് ഹാംലെസ് ആണെങ്കിൽ അതിനെ എന്തിനാ റിമൂവ് ചെയ്യാതെ അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? എക്കോളജിക്കൽ ബാലൻസ്. ഓക്കെ, എക്കോളജിക്കൽ ബാലൻസിന് വേണ്ടിയിട്ടാണ്. Yes, parasite that feed on external surface of the host organism called ectoparasite. External surface ലാണെങ്കിൽ ectoparasite എന്ന് വിളിക്കാം. So example, lies on human, ticks and dogs. So ചെള്ള്, പെയിൻ എന്നൊക്കെ പറയില്ല, അതൊക്കെ എന്താണ്? ectoparasite ആണ്. Many marine fishes are infested with ectoparasite copepod. So copepod എന്ന് പറയുന്ന ഒരു ectoparasite marine fishesന്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും. കസ്കൂട്ട എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്, അത് പാരാസൈറ്റ് ഓൺ അതർ പ്ലാന്റ്, ഗ്രീൻ ലീഫ് ഉള്ള പ്ലാന്റിനുമായിട്ട് ഒരു പാരാസൈറ്റിക് മോഡാണ് ഈ കസ്കൂട്ട എന്ന് പറയുന്ന ഒരു ഗ്രീൻ കളർ അല്ലാത്തൊരു പ്ലാന്റ്. ഓക്കെ, ഗ്രീൻ കളർ അല്ലാത്തൊരു പ്ലാന്റ് ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് ഗ്രീൻ കളർഡ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഫോർ ദിയർ ഫുഡ്. ഓക്കെ, നെക്സ്റ്റ്, it derive its nutrition from host plant and which it parasites. The female mosquito is not considered a parasite although it needs our blood for reproduction. Can you explain why? എന്തുകൊണ്ടാണ് ഫീമെയിൽ മസ്ക്യൂട്ടോയ്ക്ക് നമ്മുടെ ബ്ലഡിൻ്റെ ആവശ്യമുള്ളൂ? അത് റിപ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിപ്രൊഡക്ഷന് മോർ എനർജിയുടെ ആവശ്യമുണ്ട്. അങ്ങനെ എനർജി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് ഫുഡ്, നമ്മുടെ ബോഡിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള റെഡിമെയ്ഡ് ഫുഡിന് അത് അബ്സോർബ് ചെയ്തിട്ട് മോർ നമ്പർ ഓഫ് എഗ്ഗിന് അത് ലേ ചെയ്യും. ഓക്കെ, സോ ഇൻ കോൺട്രാസ്റ്റ് എൻഡോപാരാസൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോസ്റ്റിന്റെ ബോഡിക്കകത്ത് ജീവിക്കുന്ന ഒരു പാരാസൈറ്റിന് നമ്മൾ എൻഡോപാരാസൈറ്റ് എന്ന് വിളിക്കും. എക്സാമ്പിൾ ലിവർ, കിഡ്നി, ലങ്സ്, റെഡ് ബ്ലഡ് സെൽസ്, ഇതിലെല്ലാത്തിലും ചില ഓർഗാനിസം ജീവിക്കുന്നുണ്ട്, അതിന് നമ്മൾ എൻഡോപാരാസൈറ്റ് എന്ന് വിളിക്കും. സോ ലൈഫ് സൈക്കിൾ ഓഫ് എൻഡോപാരാസൈറ്റ് ആർ മോർ കോംപ്ലെക്സ് ദാൻ എക്ടോപാരാസൈറ്റ്. Okay, so morphologically and anatomical feature are greatly specified and emphasized their reproductive potential. Okay, so that means ചെറിയ മാറ്റങ്ങളും അനാറ്റോമിക്കൽ ഫിസിയോളജിക്കൽ മാറ്റങ്ങളൊക്കെ അതിൻ്റെ ബോഡിയിൽ വരുത്തിയിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആ ഹോസ്റ്റിൻ്റെ ബോഡിയിൽ ജീവിക്കാനുള്ള കപ്പാസിറ്റി അത് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ബ്രൂഡ് പാരാസൈറ്റിസം എന്ന് പറയുന്നത് അനദർ ടൈപ്പ് ഓഫ് പാരാസൈറ്റിസം. ഫോർ എക്സാമ്പിൾ, കുയിലും കാക്കയും അതറിയാലോ, കുയിലും കാക്കയും അറിയാലോ. സോ കുയിൽ എന്ത് ചെയ്യും? ഇട്ടതിന് ശേഷം ആ മുട്ടേനെ കൊണ്ടുവന്നിട്ട് കാക്ക കൂട്ടിലിട്ട് വെക്കും. കാക്ക എന്ത് ചെയ്യും? അതിനെ ഇൻക്യുബേറ്റ് ചെയ്തിട്ട് ഒരു ന്യൂ ഇൻഡിവിജ്വൽ ആക്കി മാറ്റും. അങ്ങനെ മാറ്റിയതിന് ശേഷം കുയിൽ പിന്നെയും അമ്മയെ തേടി അങ്ങ് പോകും.
സോ ഇവിടെ സശിയായത് ആരാണ്? നമ്മുടെ കാക്കയാണ്. ഓക്കെ, സോ കാക്ക എന്ത് ചെയ്തു? ഈ കുയിലിന്റെ എന്താ ഒരു മുട്ടേനെ ഇൻക്യുബേറ്റ് ചെയ്തിട്ട് അതൊരു പുതിയ ഇൻഡിവിജ്വൽ ആക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്തു. സോ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ബ്രൂഡ് പാരാസൈറ്റിസം എന്ന് വിളിക്കും. യെസ്, ഓക്കെ. സോ നെക്സ്റ്റ് ഈസ് കമൻസലിസം. അടുത്ത പോപ്പുലേഷൻ ഇന്ററാക്ഷൻ ഏതാണ്? Commensalism. Commensalism എന്താന്ന് നോക്കാം. This is the interaction in which one species benefit and other is neither harmed nor benefited. Okay, neither harmed. ഒന്ന് benefited ആണ്, ഇനിയൊന്ന് benefited അല്ല, harmed അല്ല. So example, an orchid growing in epiphyte on a mango branch. So ഒരു വലിയ പ്ലാന്റ്, മാംഗോ പ്ലാന്റിന്റെ ഈ ബ്രാഞ്ചിൽ, ഓക്കെ, ഈ ബ്രാഞ്ചിൽ ഈ ഭാഗത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബ്രാഞ്ചിന്റെ ആ ഒരു സ്പെസിഫിക് റീജിയനിൽ ഇനിയൊരു വേറൊരു പ്ലാന്റ്, എപ്പിഫൈറ്റ് പ്ലാന്റ് വളരുന്നുണ്ട്. ഇതിന് നമ്മൾ ഓർക്കിഡ് എന്ന് വിളിക്കും. സോ ഈ ഓർക്കിഡ് ഇതിന്റെ മുകളിൽ വളരുന്നത് കൊണ്ട് എന്താ ഹ്യൂമിഡിറ്റി, അതുപോലെ തന്നെ മോയ്സ്ചർ, സൺലൈറ്റ്, ഇതെല്ലാം ഓർക്കിഡിന് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ പ്ലാന്റിന്, മാംഗോ പ്ലാന്റിന് എന്തെങ്കിലും ഹാംഫുൾ ഉണ്ടോ? എന്തെങ്കിലും ബെനിഫിഷ്യൽ ഉണ്ടോ? ഒന്നുമില്ല. സോ അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? കമൻസലിസം എന്ന് വിളിക്കും. ഓക്കെ, സോ ദ കാറ്റൽ egret and grazing cattle in the close association. അതായത് ഫോർ എക്സാമ്പിൾ സേ ഒരു എന്താ കൊക്ക് പോലെയുള്ള ഒരു എന്താ ബേർഡ് നിങ്ങൾ ഈ പശുവൊക്കെ മേയുന്നിടത്ത് കണ്ടിട്ടുണ്ടോ? സോ അതെന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പശു, ഓക്കെ, ഒരു കവ് ഇവിടെ മേഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ മേഞ്ഞോണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ ഇവിടെ എന്താ പുല്ലുണ്ടെന്ന് പറയുമ്പോൾ ഈ പുല്ലിന്റെ മുകളിലുള്ള ഗ്രാസ് ഹോപ്പർ ഇത് കടിക്കാൻ വരുമ്പോൾ, ഈ പുല്ലിനെ കടിക്കാൻ വരുമ്പോൾ, അതായത് പശു ഈ പുല്ലിനെ കടിക്കാൻ വരുമ്പോൾ ഇവിടെ നിന്ന് ജമ്പ് ചെയ്തിട്ട് വേറെ സ്ഥലത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ ഇത് നോട്ട് ചെയ്യുന്ന നമ്മുടെ ബേർഡ്, ഓക്കെ, സോ ഈ ബേർഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഇൻസെക്റ്റിനെ പോയിട്ട് കടിച്ചു മുറിച്ച് തിന്നുന്നുണ്ട്. ഓക്കെ, സോ അതും എന്താണ്? കമൻസലിസം. സോ ഈ ബേർഡിന് ബെനിഫിഷ്യൽ ആണ്, ഇതിന്റെ കൂടെ തന്നെ നടക്കുന്നത് കൊണ്ട് ബേർഡിന് ബെനിഫിഷ്യൽ ആണ്. പക്ഷെ കവിന് എന്തെങ്കിലും ബെനിഫിഷ്യൽ ഉണ്ടോ? ഇല്ല. എന്തെങ്കിലും ഹാംഫുൾനെസ് ഉണ്ടോ? ഇല്ല. സോ അതൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് യെസ് ഓക്കെ, നെക്സ്റ്റ് അനദർ എക്സാമ്പിൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീ അനിമോൺ ആൻഡ് സ്ട്രിങ്ങിങ് ടെന്റക്കിൾസ് ആൻഡ് ക്ലൗൺ ഫിഷും സീ അനിമോനും. ക്ലൗൺ ഫിഷ് എന്താ ഈ ഒരു ടെന്റക്കിൾസിന്റെ ഇടയിൽ ഇങ്ങനെ, അനിമോണിന്റെ ടെന്റക്കിൾസിന്റെ ഇടയിൽ ഇങ്ങനെ വളരും. സോ എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലൗൺ ഫിഷിനെ എന്താ തിന്നാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും അനിമൽ വരികയാണെങ്കിൽ, ഈ സീ അനിമോൻ എന്ത് വിചാരിക്കും? എന്നെ ഹാം ചെയ്യാൻ ഏതോ ഒരു അനിമൽ വരുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ ഉള്ളിലുള്ള ടെന്റക്കിൾസിൽ നിന്നും ഒരു കെമിക്കലിനെ പ്രൊഡ്യൂസ് ചെയ്യും, ഒരു പോയിസണസ് കെമിക്കലിനെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ആ ഒരു പ്രിഡേറ്റർ ബോധം കെട്ട് വീഴും അല്ലെങ്കിൽ ചത്തുപോകും. അപ്പോൾ ഈസി ആയിട്ട് ഈ സീ അനിമോനും അലോങ് വിത്ത് ക്ലൗൺ ഫിഷും മാറി വേറെ സ്ഥലത്തിലേക്ക് പോകും. ഓക്കെ, സോ ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് സീ അനിമോന് ഒരു ബെനിഫിഷ്യലും ഇല്ല. പക്ഷേ ഈ ഒരു ഫിഷിന്, ക്ലൗൺ ഫിഷിന് ബെനിഫിറ്റ് ഉണ്ടോ? ഉണ്ട്. ഓക്കെ, സി അനദർ എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്കാ പ്ലാന്റും ആൻഡ് എക്കാമോത്തും. എക്കാമോത്ത് എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബഡ് കണ്ടീഷൻ, എക്കാ പ്ലാന്റ് ബഡ് കണ്ടീഷനിൽ ഉണ്ടാവുമ്പോൾ തന്നെ അതിന്റെ എന്താ ഫ്ലവറിന്റെ ഉള്ളിൽ പോയിട്ട്, ഫ്ലവറിന്റെ ഉള്ളിൽ പോയിട്ട് ഓവറിന്റെ ഉള്ളിൽ എഗ്ഗിനെ ലേ ചെയ്യും. എഗ്ഗിനെ ലേ ചെയ്തതിന് ശേഷം ഈ ഒരു എന്താ മോത്ത് പുറത്തേക്ക് പോകും. സോ ഈ എഗ്ഗ് ആസ് ദിസ് എന്താ ഫ്രൂട്ട് വളരുന്നതിനനുസരിച്ചിട്ട് ഈ എഗ്ഗും വളർന്ന് ഒരു ലാർവ പുറത്തിറങ്ങി വരും. ഓക്കെ, സോ അത് എക്ക പ്ലാന്റിലോ അതുപോലെ തന്നെ ഫിഗ് പ്ലാന്റിലും ഇതുപോലെ തന്നെയാണ് നമുക്ക് കാണാം. ഫിഗിലും അതുപോലെ തന്നെയാണ് കാണുക. അതായത് ഫ്ലവർ ആയിരിക്കുമ്പോൾ തന്നെ ഈ ഒരു ഇൻസെക്റ്റ് പോയിട്ട് അതിൻ്റെ ഓവറിക്കകത്ത് മുട്ടയിട്ട് വയ്ക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഫ്രൂട്ടായിട്ട് മാറുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അതായത് എഗ്ഗ് ലാർവയായിട്ട് മാറിയിട്ട് ആ ലാർവ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പുതിയ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ജീവിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് എന്താണ്? കമൻസലിസം. യെസ്, ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് മ്യൂച്വലിസം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ നോക്കാം. സോ ദിസ് ഇന്ററാക്ഷൻ കൺഫേഴ്സ് ബെനിഫിറ്റ് ഓൺ ബോത്ത് ദ ഇന്ററാക്ടിങ് സ്പീഷീസ്. Okay, like can represent an intimate mutualistic relationship between the fungus and
photosynthetic algae or cyanobacteria. ഓക്കെ, സി ലൈക്കൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ലൈക്കൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംബയോട്ടിക് അസോസിയേഷൻ വിത്ത് ആൽഗെ ആൻഡ് ഫംഗൈ, അല്ലെ? ആൽഗയും ഫംഗയും തമ്മിലുള്ള ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. ഫംഗൈ എന്ത് പറയും? ഞാൻ വാട്ടറും ന്യൂട്രിയൻസിനൊക്കെ ഞാൻ സപ്ലൈ ചെയ്ത് തരാം എന്ന് പറയും. ആൽഗെ എന്ത് പറയും? ഓക്കെ, നീ ന്യൂട്രിയൻസിനും വാട്ടറിനൊക്കെ സപ്ലൈ ചെയ്യേ, ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് നിനക്ക് തരാമെന്ന് പറയും. അങ്ങനെയുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഇവർ രണ്ടുപേരും പോകും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? മ്യൂച്വലിസം എന്ന് വിളിക്കും. ഓക്കെ, രണ്ടുപേർക്കും ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ, സോ അടുത്തത് മൈക്കോറൈസ. മൈക്കോറൈസലും അതുപോലെ തന്നെ മൈക്കോറൈസൽ എന്താ സംഭവിക്കുക? യെസ്, മൈക്കോറൈസൽ എന്താ സംഭവിക്കുക പറഞ്ഞേ? മൈക്കോറൈസൽ എന്താ സംഭവിക്കുക? സി റൂട്ട്സും അതുപോലെ തന്നെ ഫംഗയും ആണ്. ഫംഗൈ എന്ത് പറയും? ഞാൻ ന്യൂട്രീഷൻസ് ഒക്കെ നിനക്ക് അബ്സോർവ് ചെയ്ത് തരാടാ, നീ എനിക്ക് കുറച്ച് ഫുഡ് മാത്രം തന്നാൽ മതി എന്ന് പറയും. റൂട്ട് എന്ത് ചെയ്യും? ശരി, നീ എൻ്റെ പണി കുറച്ചതാ, ഞാൻ നിനക്ക് ഫുഡ് കൊണ്ടു തരാമെന്ന് പറയും. സോ അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഇവർ തമ്മിലുണ്ട്. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? മ്യൂച്വലിസം എന്ന് പറയും. ഓക്കെ, യെസ്, the most spectacular and evolutionary fascinating example of mutualism is found in plant and animal relationship. Plant need the help of animals for pollination and pollinating their flower and dispersing their seeds. Animal obviously have the paid fees, അല്ലെ? ഫീസ് ഒക്കെ ഉണ്ടാവും, പെയ്ഡ് ഫീസ് ഉണ്ടാവും. സോ ഈ പോളിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നത്? സോ ഇവിടെ ഓവറി ഉണ്ട്, ഇവിടെ സ്റ്റിഗ്മ ഉണ്ട്, ഇവിടെ എന്തുണ്ട്? സ്റ്റെമൻ ഉണ്ട്, അല്ലെ? സോ ഈ സ്റ്റെമന് വേറെ ഏതെങ്കിലും പ്ലാന്റിൽ നിന്നും ഈ ഒരു ഹണിബി, ഓക്കെ, ഒരു ഹണിബി, യെസ്, ഈ ഹണിബി എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ കാലിലോ അല്ലെങ്കിൽ അതിന്റെ മൗത്ത് പാർട്ടിക്കിൾസിലോ ഈ ഒരു സ്റ്റെമനിന് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസിനെ ക്യാരി ചെയ്തുകൊണ്ട് വരും. ക്യാരി ചെയ്ത് വന്ന് ഈ സ്റ്റിഗ്മയിൽ, അതായത് ഈ ഒരു പ്ലാന്റ്, ഈ ഒരു ഫ്ലവറിൽ നെക്ടർ ഉണ്ടോ നോക്കിയിട്ടാണ് അത് വരിക, അല്ലെ? നെക്ടർ ഉണ്ടോ നോക്കിയിട്ട് വന്നിട്ട് ഇവിടെ നെക്ടർ ഉണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് എൻ്റർ ആവുമ്പോൾ ഈ സ്റ്റിഗ്മയിലേക്ക് ഈ ഒരു പോളൻ ഗ്രെയിനിനെ സ്പ്രെഡ് ചെയ്തിട്ട് പോകും. അപ്പൊ ഇവിടെ പോളിനേഷനും ആയി, ഈ ഒരു അനിമലിന് അല്ലെങ്കിൽ ഹണിബിക്ക് നെക്ടറും കിട്ടി, അല്ലെ? പോളൻ ഗ്രെയിനും കിട്ടി, അതുപോലെ തന്നെ നെക്ടറും കിട്ടി, റൈറ്റ്? സോ ഇതിനെ നമ്മൾ എന്ത് പറയും? പെയ്ഡ് ഫീസസ് എന്ന് പറയും, അല്ലെങ്കിൽ പെയ്ഡ് സർവീസസ് എന്ന് പറയും. ഓക്കെ, yes, but the mutually beneficial system should also be safeguarded against cheaters. For example, animals that try to steal nectar without aiding in pollination. Now you can see why plant-animal interaction often involve co-evolution of the mutualist. That is, evolution of the flower is pollinating species is tightly linked with one another. In many species, the fig trees, there are tied one-to-one relationship between the pollinator species of wasp. It means that even fig species can be pollinated only by its partner wasp species and no other species. So ഇങ്ങനെയുള്ള ചില മെക്കാനിസം കൂടെ ഉണ്ട്. അതായത് ഒരു ഫിഗ് പ്ലാന്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ല, ആ ഫിഗ് പ്ലാന്റ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പാർട്ട്ണർ വാസ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു പോളിനേഷൻ നടക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പോളിനേഷനേ നടക്കുന്നില്ല. അങ്ങനെ പോളിനേഷൻ നടന്നിട്ടില്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാവില്ല. ഓക്കെ, സോ ക്ലിയർ ആയോ? സോ ഇൻ കേസ് ഈ ഫിഗ് ട്രീ എന്തെങ്കിലും ഇവോൾവ് ആവുകയാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഈ വാസ്പും ഇവോൾവ് ആവണമെങ്കിൽ മാത്രമേ അവിടെ ഒരു ബെനിഫിഷ്യൽ മ്യൂച്വലിസം നടക്കുള്ളൂ. അങ്ങനെ മ്യൂച്വലിസം നടന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എക്കോളജിക്കൽ ഇംബാലൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. യെസ്, ഓക്കെ. അടുത്തത്, the female wasp uses the fruit not only as a oviposition site but uses the developing seed within the fruit for nourishing its larvae. ലാർവേനെ നറിഷ് ചെയ്യാനും ഈ ഫ്രൂട്ടിനെ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ദ വാസ്പ് പോളിനേറ്റ് ദി ഫിഗ് ഇൻഫ്ലോറസൻസ് വൈൽ ദി സെർച്ച് ഫോർ സ്യൂട്ടബിൾ എഗ് ലൈയിങ് സൈറ്റ്. അതായത് എഗ് ലൈ ചെയ്യുക, ഇവിടെ പ്രോപ്പർ ആണോ, ഇവിടെ ശരിയാണോ, അവിടെ ശരിയാണോ, അത് ശരിയാണോ, ഇത് ശരിയാണോ തപ്പിക്കൊണ്ട് നടക്കുമ്പോഴാണ് ഈ ഫിഗ് ട്രീനെ കാണുന്നത്. ഫിഗ് ട്രീ കാണുമ്പോൾ ഓക്കെ, ഇത് പെർഫെക്റ്റ് പ്ലേസ് ആണ്, ഏതൊരു പ്രിഡേറ്ററും വന്നിട്ട് മുറിച്ച് തിന്നൂല എന്ന് വിചാരിച്ചിട്ട് അതിനകത്തേക്ക് പോയിട്ടാണ് അത് എന്ത് ചെയ്യുന്നുള്ളത്? എഗ്ഗിനെ ലേ ചെയ്യുന്നുള്ളത്. ഇൻ റിട്ടേൺ ദ ഫേവേഴ്സ് ഓഫ് പോളിനേഷൻ, fig offers the wasp some of its developing seeds as food and for developing wasp larvae ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ചില സീഡ്സിന് ഓക്കെ നീ തിന്നു പറഞ്ഞിട്ട് വിട്ടുകൊടുക്കും. ഓക്കെ, വിട്ടുകൊടുക്കുന്നതല്ല, ലാർവെ തിന്ന് ദഹിച്ചങ്ങ് പോകും. ഓക്കെ, യെസ്, ഓർക്കിഡ് ഷോ ബി വൈൽഡറിങ്
diversity of floral patterns, many of which have evolved to attract the right pollinator insects, see, and ensure guaranteed pollination by it. Okay, not all orchids offer റിവാർഡ്സ്. സി എല്ലാ പ്ലാന്റ്സും റിവാർഡ് കൊടുക്കും നമുക്ക് പറയാൻ പറ്റില്ല. മോസ്റ്റ് ഓഫ് ദി പ്ലാന്റ്സ് റിവാർഡ് കൊടുക്കും, പക്ഷെ ചില പ്ലാന്റ്സ് റിവാർഡ് കൊടുക്കില്ല. ഫോർ എക്സാമ്പിൾ മെഡിറ്ററേനിയൻ ഓർക്കിഡ് ഓഫ്രി എന്ന് പറയുന്ന ഒരു പ്ലാന്റ്സ് ഉണ്ട്. അത് സെക്ഷുവൽ ഡൈസെറ്റ് ചെയ്യും. സെക്ഷുവൽ ഡൈസെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെക്ഷുവൽ പ്ലഷറിന് കൊടുക്കുന്നുണ്ട്, പക്ഷെ ആക്ച്വലി അവിടെ ഒരു ഹണിബി ഇല്ല. ഒരു ബി ഇല്ല. ഈ ഒരു പ്ലാന്റ്, അതായത് ഓർക്കിഡ് പ്ലാന്റ് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫീമെയിൽ ബിയെ പോലെ അതിന്റെ ഫ്ലവറിനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ മെയിൽ ബി എന്ത് വിചാരിക്കും, ഇവിടെ ഫീമെയിൽ ഫ്ലവർ ഉണ്ടല്ലോ, എനിക്ക് സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് അവിടെ സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യും. ഇന്റർകോഴ്സ് ചെയ്യുമ്പോൾ ആ ഒരു അനിമലിന് ഒരു സെക്ഷൽ പ്ലഷർ കിട്ടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് സെക്ഷൽ ഡൈസെറ്റ് എന്ന് പറയും. പക്ഷെ ആക്ച്വലി അവിടെ ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കുന്നില്ല, പക്ഷെ പോളിനേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പോളിനേഷൻ, ആ ഒരു ബി പോളിനേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ one of the its lower flower bears an uncanny resemblance to the female of bee in its size, color and markings. The male bee is attracted to what it's perceived as female pseudocopulation ആണ് ഇവിടെ നടക്കുന്നത് with the flower, and during that process it dusted the pollen from the flower. When its same bee pseudocopulates with other flower, it transfers the pollen to it. So thus pollination is offered. Okay, so here you can see how co-evolution operates. In female bees, color pattern changes even slightly for any reason during evolution. Pollination success will be reduced unless the orchid flower co-evolve to maintain its resemblance and petals ഓഫ് ഇറ്റ്സ് ഫീമെയിൽ ബീ. ഓക്കെ, ഫീമെയിൽ ബീൻ്റെ പെറ്റൽസോ അല്ലെങ്കിൽ അതിൻ്റെ മാർക്കിങ്സോ എന്തെങ്കിലും ചെറുതായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റിന് പോളിനേഷൻ നടക്കില്ല. അങ്ങനെ പോളിനേഷൻ പിന്നെയും നടക്കണം എന്നുണ്ടെങ്കിൽ ആ ഓർക്കിഡ് ഫ്ലവറിലും അതേപോലത്തെ മാർക്കിങ്സും അതേപോലത്തെ ചേഞ്ചസും ഉണ്ടാവണം, എന്നാൽ മാത്രമേ അവിടെ ഒരു പോളിനേഷൻ നടക്കുള്ളൂ. ഓക്കെ, അത് കാരണം കോ എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വളരെ 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 എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? സി, ദിസ് ഈസ് ഓർക്കിഡ് ഫ്ലവറിൽ പോളിനേഷൻ ചെയ്യുന്ന ഒരു ബീയുടെ ഡയഗ്രാമാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡയഗ്രാമാണ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. അത് മാത്രമല്ല നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പും കൂടെ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കാണും. പെട്ടെന്ന് പോവുക, വേദാന്തു മലയാളം എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അത് മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.